ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ ഈ സായാഹ്നത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനവുമായി അടിയനെ കൈപിടിച്ച് സുവിശേഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ സാറിൻ്റെ സാന്നിധ്യത്തിൽ, അതിലുപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങയുടെ ദാസന്റെ മുൻപിൽ നിൽക്കുവാൻ അടിയനൊരവസരം തന്നല്ലോ. നദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് ഈ മണിക്കൂറിൽ സംസാരിക്കുവാൻ പ്രാഗൽഭ്യം തരണമേ, അനുവാദം തരണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ ഒരു വാക്കടിയൻ്റെ നാവിൽ നിന്ന് വരാൻ ഇടവരുത്തരുതേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പറയുവാൻ അടിയനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് എല്ലാവരെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും ഇപ്പോഴും പുത്രൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനോടല്ല, നമുക്ക് വേണ്ടി ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കും. പലതരത്തിൽ ദൈവം സംസാരിക്കും. ഏറ്റവും പ്രധാനമായി ദൈവം സംസാരിക്കുന്നത് ഒന്ന്, എഴുതപ്പെട്ട വചനത്തിലൂടെയാണ്. രണ്ട്, അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവം നേരിട്ടും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് യേശുവിന്റെ സ്നാന സമയത്ത് മറുരൂപ മലയിൽ വെച്ച് പിതാവ് സംസാരിച്ചായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് യേശുവിനോടല്ല പറഞ്ഞത്, കൂടെ ഉണ്ടായിരുന്നവരോടാണ് പറഞ്ഞത്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവം സംസാരിച്ചു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് യേശുവിനോട് പിതാവ് നേരിട്ട് സംസാരിക്കാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനോട് സംസാരിക്കും. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം എന്ന് കരുതിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചാൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം പിന്നീടുള്ള നമ്മുടെ ജീവിതം. മോശയോടൊരു സ്നേഹിതനെ പോലെ ദൈവം സംസാരിച്ചു, ഭയങ്കര കൂട്ടുകാരനെ പോലെ സംസാരിച്ചു. പക്ഷെ ചെറിയൊരു അനുസരണക്കേടിന്റെ പേരിൽ കാനാൻ ദേശത്ത് നീ കാല് കുത്തുകയില്ലെന്ന് പറഞ്ഞവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതനാണെന്നൊക്കെ ശരി, സംസാരിച്ചതെന്നൊക്കെ ശരി, അനുസരണക്കേട് കാണിച്ചാൽ സംസാരിക്കുന്നവന് കൂടുതൽ ശിക്ഷ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് സംസാരിക്കും. അതിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനും അനുസരിക്കുവാനും തയ്യാറാണെന്ന് കർത്താവിനോട് നമുക്ക് ആവർത്തിച്ചു പറയാനിട വരട്ടെ. ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവമേ അങ്ങനോട് സംസാരിക്കേണ്ടത് പറഞ്ഞാൽ മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതെന്ന് ഭാരപ്പെടുന്നവരാണ് അനേകർ. വിശ്വാസികൾ, ശുശ്രൂഷകന്മാർ പോലും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് സംസാരിക്കാത്തത്? പ്രാർത്ഥന മുടക്കാതെ ചെല്ലുന്നവരുണ്ട്, ആരാധനയിൽ മുടക്കാതെ സംബന്ധിക്കുന്നവരുണ്ട്, കർത്താവിന് വേണ്ടി കഴിയുന്ന പോലെ അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ടും ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും ആ കൂടുതലുണ്ടോ എന്നെനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള അഥവാ സംസാരിക്കുന്ന ഒന്നാമത്തെ വിധം ദൈവം എഴുതിയ വചനത്തിലൂടെയാണ്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുള്ളത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആത്മാർത്ഥതയോടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഈ പുസ്തകം തുറന്നാൽ നിനക്കുള്ള വാചകം അഥവാ നിനക്കുള്ള ദൂത് അതിനകത്തുണ്ടാകും.
അനേകരുടെ അനുഭവമാണ്, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. പലരും ഇതിനെ പുച്ഛിച്ചേക്കാം, ഞാനൊന്നും കണക്കാക്കുന്നില്ല, നിങ്ങളും കണക്കാക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ഒന്ന് ബൈബിൾ തുറന്നാൽ നിനക്കുള്ളത് ദൂത് അതിനകത്ത് ദൈവം തരും. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവ് എഴുതിച്ച, ദൈവത്തിന്റെ അറിവും ദൈവത്തിന്റെ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ഈ നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകം. ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ തുറക്കേണ്ടത് ഒരു ചരിത്ര പുസ്തകമായിട്ടല്ല, ദൈവത്തിന്റെ ചരിത്രമായിട്ട് വേണം ഇതിനെ നമ്മൾ കാണാൻ. ഇത് ദൈവത്തിന്റെ ചരിത്രമാണ്. ഇതൊരു സാധാരണ ചരിത്ര പുസ്തകമൊന്നുമല്ല. ദൈവത്തിന് നമ്മുടെ വ്യക്തിപരമായി പറയാൻ എന്താണ് ഉള്ളതെന്ന് അറിയണമെന്ന മനോഭാവത്തോടെ വേണം ഈ പുസ്തകം നമ്മൾ തുറക്കാൻ. അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം വായിച്ചു തീർത്തേക്കാം. ബൈബിൾ ഒരു ആവർത്തി വായിച്ചു, രണ്ടാവർത്തി വായിച്ചു, മൂന്നാവർത്തി ഓടിച്ച് വായിച്ചു എന്ന് പറയുന്ന അനേകരുണ്ട്. അങ്ങനെ വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകമല്ല ബൈബിൾ. നമ്മൾ വായിക്കുന്ന ഓരോ വാക്യത്തിലും ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടെ വേണം ഇതിലെ വചനങ്ങൾ വായിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം ആളുകൾക്ക് ദൈവത്തിന്റെ ശബ്ദം ഇതിലൂടെ കേൾക്കാൻ പറ്റാത്തത് എന്നോട് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ വായിക്കാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ബൈബിളിനെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ ഒന്ന് പ്രാവശ്യം പ്രസംഗിക്കാനിട വന്നതാണ്. അദ്ദേഹം പറയാനിട വന്നു, അദ്ദേഹം ഒത്തിരി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു യുവാവ് ഒരു ജോലി വാങ്ങിച്ചു തരണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. കുറേ പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ പലവട്ടം അദ്ദേഹം ഒരു കമ്പനി മാനേജറെ കണ്ട് നിർബന്ധിച്ച് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് അവനോട് ജോലി കിട്ടി സുഖമായിരിക്കുന്നുവെന്ന്, ജോലി നന്നായി പോകുന്നുവെന്നൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. താൻ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു ശുപാർശ ചെയ്ത് ജോലി മേടിച്ചിട്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ഒത്തിരി ഭാരം തോന്നിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ്. ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അന്ന് പ്രഭാതത്തിൽ അദ്ദേഹം ഒരു വചനം എടുത്ത് വായിച്ചു. 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തുന്ന സംഭവം വായിച്ചു. അതിൽ 9 പേരും ഒരു നന്ദി പറയാൻ മടങ്ങി വരാതെ സൗഖ്യം വാങ്ങിച്ചു പോയി. ഒരാൾ മാത്രമേ നന്ദി പറഞ്ഞുള്ളൂ. ഇന്ന് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. കാരണം മനുഷ്യരുടെ വെട്ടത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അത്ര മാരകമായ രോഗമുണ്ടായിരുന്നതിനെ സുഖപ്പെടുത്തിയിട്ട് ഒരു നന്ദിവാക്ക് പറഞ്ഞില്ലല്ലോ. അത് പിന്നെയാണ് എന്നോടൊരു നന്ദിവാക്ക് പറഞ്ഞില്ലേ, എനിക്കെന്താ വിഷമം. അതോടെ അദ്ദേഹത്തിന്റെ വിഷമം മാറിയെന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ചത് കേട്ടത് അറിഞ്ഞുകൊണ്ടെങ്കിൽ കൈവെക്കാം. നന്ദി കഥാസ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് നേരിട്ട് കേൾക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഇടവരും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം തരും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വചനത്തിലൂടെയും വളരെ വ്യക്തമായും കൃത്യമായും ദൈവം നമ്മളോട് സംസാരിക്കാൻ ഇടവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നേരിട്ട് കാണുന്ന ദർശനങ്ങളോ പ്രവചനങ്ങളോ വെളിപാടിന്റെയോ അർത്ഥങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായെന്ന് വരികയില്ല. ചിലപ്പോൾ തെറ്റും പറ്റിയേക്കാം. ഒരിക്കൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഞാൻ പരീക്ഷ ജയിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കർത്താവ് ടിക്ക് ഇട്ട് കാട്ടി. പക്ഷെ തലയിൽ കുത്തിയ ടിക്ക് എങ്ങനെ ഇട്ടാലാണ് ശരി? ഞാൻ പറഞ്ഞു ജയിക്കുമെന്നങ്ങ് പറഞ്ഞു. കാരണം പ്രാർത്ഥിച്ചാൽ ജയിപ്പിക്കാമെന്നങ്ങ് കരുതി. എന്നല്ല കുറച്ച് തോറ്റുപോയി. എനിക്കറിയാമായിരുന്നു തോക്കാൻ, പക്ഷെ പ്രാർത്ഥിച്ചാൽ ജയിക്കുമെന്ന് കരുതി അങ്ങനെ പറഞ്ഞു പോയതാണ്. ഹല്ലേലൂയ. ചില സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞാലും മാറ്റും. ഞങ്ങളുടെ സഭയിലെ ജോസൂട്ടി ബ്രദറിനെ രോഗം വന്നു, രോഗം മൂർച്ഛിച്ചു, മാരകമായ രോഗമായി മംഗലാപുരത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ സഹോദരിമാരും സഭ എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു കല്ലറ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഒരു ദൈവം നമുക്കുണ്ട്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി സഭയിൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിലുടനീളം എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്താനായിട്ട് വന്നു. കല്ലറ മാറ്റി തന്നു. മറ്റൊരു സഹോദരന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചു.
മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നില്ലെന്ന് കർത്താവ് തീരുമാനിക്കാൻ ഇടവരുത്തി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്ലറ കാണുന്നുണ്ട്. കുറേ സമയം വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാക്ക് തന്നു, നിർബന്ധമില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിർബന്ധമില്ലെന്നാണോ, കർത്താവിന് നിർബന്ധമില്ല എന്നാണോ, കുടുംബാംഗങ്ങൾക്ക് നിർബന്ധമില്ലെന്നാണോ എനിക്ക് മനസ്സിലായില്ല. ഞാനതല്ലേ എന്നോട് ചോദിച്ച ആളോട് പറഞ്ഞു. അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം, അങ്ങനെയല്ലേ പറയുള്ളൂ. മരിക്കുന്നു അറിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു. ഏതായാലും ആള് മരിക്കാനുണ്ടാവുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയ ദർശനങ്ങളും സന്ദേശങ്ങൾക്കും മാറ്റം വരാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എസെക്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ ദൈവം പറഞ്ഞു, നീ പോയി എസെക്കിയാവിനോട് പറ, നിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചോ, നീ മരിക്കാൻ പോവാണെന്ന്. എന്നാൽ എസെക്കിയായോട് പറഞ്ഞപ്പോൾ, എസെക്കിയാ രാജാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെ കർത്താവിന് വേണ്ടി ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരിക്കാൻ അനുവദിക്കരുതെന്നൊക്കെ കുറെ പറഞ്ഞപ്പോൾ യെശയ്യാവ് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നീ പോയി തിരിച്ചെന്ന് പറഞ്ഞ് നിന്റെ ആയുസ്സിനെ നീട്ടി തന്നിരിക്കുന്നു എന്ന്. ദൈവം അത് മാറ്റിക്കൊടുത്തു. നിനവേ നഗരം നശിക്കുമെന്ന്, നശിപ്പിക്കാൻ പോവുകയാണെന്ന് യോനാ പ്രവാചകനോട് പറഞ്ഞു. യോനാ പ്രവാചകൻ പോയി പ്രസംഗിച്ചു. നിനവേ നഗരം നശിപ്പിച്ചോ? നശിപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഒരു കാര്യം പറയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും മുൻപിൽ ദൈവം തന്നെ തീരുമാനം മാറ്റിയേക്കും. ദൈവം തന്നെ തീരുമാനം മാറ്റിയേക്കും. ദൈവവാക്ക് പാലിക്കാത്തതായതുകൊണ്ടാണോ? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, എഴുതപ്പെട്ട വചനം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. എന്നാൽ എന്നോടും നമ്മളോടും മനസ്സ് തിരിയാനും കൂടുതൽ പ്രാർത്ഥിക്കാനും മനസ്സാന്തരപ്പെടാനും ഉള്ള ആഹ്വാനമാണത്. എഴുതപ്പെട്ട വചനത്തിന് മാറ്റമില്ലെന്നുള്ളത് സത്യമായ കാര്യമാണെങ്കിലും എന്റെയും നിങ്ങളുടെയും കണ്ണുനീരിന്റെ മുൻപിൽ ദൈവത്തിന് മാറ്റാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ പറയട്ടെ, പറയുന്നത് തെറ്റാണെങ്കിലും പറയുകയാണ്, ദൈവം ബലഹീനനാണ് നമ്മളുടെ കണ്ണുനീരിന്റെ മുൻപിൽ. നമ്മുടെ കണ്ണുനീരിന്റെ മുൻപിൽ ദൈവം ബലഹീനനാവും. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ മക്കൾ എത്ര കുരുത്തം കെട്ടവരാണെങ്കിലും നാട്ടുകാരെല്ലാം പറയാം, അവനെ വീട്ടിൽ കയറ്റിയേക്കരുത്. ബാക്കി മക്കളും വേണേ പറയാം, അടുത്തടുപ്പിച്ചേക്കരുതെന്ന് പറയും. ഞാൻ അപ്പന് തന്നോട് ക്ഷമിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് മകൻ പറഞ്ഞാൽ കേട്ടാതിരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഇതിനേക്കാൾ ഹൃദയം വലിയ വിശാലതയുള്ളവരാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മാറ്റം വരുത്താനുള്ള ഒറ്റ പണിയേ ഉള്ളൂ. ആ പാതാള ബിന്ദുകൾ ഒന്ന് ദൈവമേ കരുണ കാണിക്കണേ, വീഴ്ചകൾ പൊറുക്കണമേ. മാരകമായതാണെങ്കിൽ, എത്ര മാരകമായെങ്കിലും നീ ആഴമായി കർത്താവിന്റെ മുൻപിൽ ഒന്ന് നിലവിളിച്ചാൽ അവൻ നമ്മളോട് കരുണ കാണിക്കും. നിശ്ചയമായി കരുണ കാണിക്കും, യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. നിന്റെ പാപത്തിന്റെ മുഴുപ്പിലേക്ക് ഒന്നും അവൻ നോക്കുകയില്ല. നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്കും നോക്കുകയില്ല. നിന്റെ സമർപ്പണത്തിലേക്ക് അവൻ നോക്കും. നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളിലേക്ക് അവൻ നോക്കും. നിന്റെ സങ്കടങ്ങളും വിഷമതകളിലേക്ക് അവൻ നോക്കും. അവൻ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. എഫ്രയീം, നീ എന്റെ വത്സലപുത്രനല്ലേ? എന്റെ ഓമനക്കൂട്ടൻ നിന്ന് സ്ഥലങ്ങൾ പ്രസംഗിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ അത് നിറഞ്ഞു പോയി. സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാവരോടുമാണ്, നമ്മൾ എല്ലാവരോടുമാണ് കർത്താവ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം യേശു മാറ്റം വരുത്തിയില്ലെങ്കിലും ജീവിതത്തിന് മാറ്റം വരുത്തിയ ഒരു സംഭവം നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്. അതൊന്നും വായിക്കൊന്നും വേണ്ട, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് പറയുന്നു? ഈ വചനത്തിന് മാറ്റം വരുത്തണോ എന്ന് ആലോചിച്ചു. എഴുതപ്പെട്ട വചനത്തിനോട് മാറ്റം വരുത്തണോ? എന്താണ് കർത്താവ് പറഞ്ഞത്? വരുത്തണമെന്ന് പറഞ്ഞോ? വരുത്തണമെന്ന് പറഞ്ഞില്ല. കർത്താവ് വരുത്തണമെന്ന് പറഞ്ഞില്ല. എന്ത് പറഞ്ഞു?
എഴുതപ്പെട്ട വചനത്തിൽ ഒന്നും മാറ്റമില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും, പാപമില്ലാത്തവൻ ഒന്നാമത്തെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് പറയാനിട വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വചനം അവരെ കീറി മുറിച്ചിട്ട് കല്ല് താഴെയിട്ട് അവർ പോയി എന്ന് നമുക്കറിയാം. എഴുതപ്പെട്ട വചനം വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന്. എന്നാൽ മേലാൽ പാപം ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഔദാര്യം കർത്താവ് സഹോദരിക്ക് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, വചനപ്രകാരം എത്ര പ്രാവശ്യം ഏറ് മേടിക്കേണ്ടവരാണ് നമ്മളൊക്കെ? നിരവധി തവണ ഏത് കിട്ടേണ്ട നമ്മളോട് കർത്താവിന്റെ യഥാർത്ഥ ഔദാര്യമല്ലേ ഇന്ന് വയസ്സോടെ ഇരിക്കുന്നത്, ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. വചനത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ അവിടുന്ന് നമ്മളോട് അനുഭാവപൂർവ്വം പെരുമാറിയത് കൊണ്ടല്ലേ എനിക്കും നിങ്ങൾക്കും ഇന്നും ജീവിക്കാൻ കഴിയുന്നത്. ഇന്ന് കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം സജീവവും, വായിച്ചോ, പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാർ ഇന്നലെ പറഞ്ഞതാണ്, ദൈവത്തിന് എവിടം വരെ പോകാം? മജ്ജയിൽ പോകാം. ഈ മജ്ജ വരെ പോകാം. എവിടെ തുടങ്ങി? ശരീരത്തിന്റെ ത്വക്ക്, അതിനകത്ത് മസിൽസ്, അസ്ഥി, അതിനകത്ത് വരെ പോകാം. അതിന്റെ ഉള്ളിലേക്കും പോകാം. അവിടെ ചെന്ന് അവിടെയുള്ള എന്തെല്ലാം ഉണ്ടോ മാലിന്യങ്ങൾ കീറി മുറിച്ച് പുറത്തെടുത്ത് കൊണ്ടുവരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് അതാണ് പത്രോസ് പ്രസംഗിച്ചപ്പോ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ നിങ്ങളാണ് കുരിശിൽ തറച്ച് കൊന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കാൻ ഇടവന്നത് ഈ വചനം അവരെ കുത്തി മുറിവേൽപ്പിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കേൾക്കുന്ന വചനത്തിന് നമ്മളെ കീറി മുറിക്കാൻ കഴിയും, നമ്മളെ മുറിപ്പെടുത്താൻ കഴിയും. മുറിപ്പെടുത്തി അതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം നീക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയട്ടെ, ദൈവത്തിന്റെ വചന ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ബൈബിളിൽ നിന്ന് ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഇത് ഈ വചനം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ടതാണ്, തെറ്റുകൂടാതെ എഴുതപ്പെട്ടതാണ്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അറിയാമെന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും പറഞ്ഞു? എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എന്തിനൊക്കെയാണ് വചനം? ഇത് ദൈവശാസ്ത്രീയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മനുഷ്യൻ തികഞ്ഞവരാകുന്നതിന് വേണ്ടി ഉപദേശിക്കാനും പരിശീലിപ്പിക്കാനും ശാസിക്കാനും തിരുത്താനും വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറവുകളെ തിരിച്ചറിയണമെങ്കിൽ എവിടെ വരണം? വചനത്തിന്റെ മുൻപിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വചനത്തിന്റെ മുൻപിൽ വരണം. നീ കുറവുള്ളവനാണോ എന്നറിയണമെങ്കിൽ ഇതിലെ ഓരോ വചനവും, ഓരോ അധ്യായവും, ഓരോ പുസ്തകവും ദൈവം തന്നതാണ് എന്ന ബോധ്യത്തോടെ വേണം നമ്മൾ ഇതിനെ സമീപിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം മനുഷ്യ നിർമ്മിതമല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുള്ള വായുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇത് ദൈവം തന്നതാണ്. ലോകത്തിലെ എല്ലാ അധികാരവും ഉപയോഗിച്ച് ഇതിനെ ആക്കാൻ നോക്കിയിട്ടും ഇന്നും നിലനിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇത് ദൈവത്തിന്റെ ശ്വാസം അടങ്ങിയതാണ്, ദൈവത്തിന്റെ ജീവൻ അടങ്ങിയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ജീവൻ അടങ്ങിയ പുസ്തകമായതുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏതാനും മനുഷ്യർ ആരംഭിച്ചതല്ലേ? ആ രാജാവും പരിവാരങ്ങളും മുഴുവനും ചേർന്ന് കത്തിച്ച് എത്രയോ ബൈബിൾ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് എവിടെ ഇതിനെ നശിപ്പിക്കാൻ കഴിയാതിരുന്നത്?
ഇത് ദൈവത്തിന്റെ ശ്വാസം അടങ്ങിയതാണ്, ജീവൻ അടങ്ങിയത് കൊണ്ടാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. തിരുവഴുത്തിലെ പ്രവചനമൊന്നും കിട്ടിയില്ലേ? മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പള്ളിയിൽ അച്ഛൻ വായിച്ച് പറയുന്നത്, പണ്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ വചനം പറയുകയൊക്കെ പറയുമായിരുന്നു. ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളൊന്നും സ്വയമായി വ്യാഖ്യാനിക്കാനുള്ളതല്ല, അത് സഭയ്ക്കുള്ളതാണ്. എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് പറയുന്ന ആരും സ്വന്തം ബുദ്ധി കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ലെന്നാ. അല്ലാണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് പറയരുതെന്നല്ല എഴുതിയിരിക്കുന്നത്. അച്ഛൻ പറയും, ഇത് നിനക്ക് പറയാനുള്ളത്, ഇത് സഭയ്ക്ക് പറയാനുള്ളതാണെന്ന് പള്ളിയിൽ അച്ഛൻ പറയുമായിരുന്നു. അങ്ങനെ വായിച്ച് കുറെ നാൾ ഞാനും അങ്ങനെ വായിച്ചിരുന്നത്. ദൈവത്തിന്റെ വചനം സ്വയമായി വ്യാഖ്യാനത്തിനുള്ളതല്ലെന്ന വായിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് ശ്രദ്ധിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് മനസ്സിലായത്. ഇതുണ്ടാക്കിയത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ പ്രിയങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ വചനത്തോട് നമ്മൾക്ക് എത്രമാത്രം അടുപ്പം ഉണ്ടായിരിക്കണമെന്ന് അറിയണമെങ്കിൽ ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. 11-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ എന്നെടുത്താൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്. 21-ാമത്തെ വാക്യത്തിൽ അവയെ നിന്റെ വീടിന്റെ കട്ടളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടണം. ഒരു വചനം എഴുതി കയ്യെ കെട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ കൊടുക്കൽ വാങ്ങലിൽ വചനപ്രകാരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് നിരക്കാത്തതിന് നീ കൈനീട്ടിയേക്കരുത്. വചനത്തിന് നിരക്കാത്തത് നീ സ്വന്തമാക്കാൻ വേണ്ടി കൈനീട്ടരുത്. വചനത്തിന് നിരക്കുന്നത് ചെയ്യാൻ നിന്റെ ഈ കൈ ഉപയോഗിച്ചോണമെന്നല്ലേ എന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുകളിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ വചനപ്രകാരം നീ മനുഷ്യനെ കാണണം. പ്രൈസ് ദി ലോർഡ്. വചനപ്രകാരമേ നീ മനുഷ്യനെ കാണാൻ പാടുള്ളൂ. മുഖം നോക്കി ആരെയും നീ വിധിക്കാൻ ഇടവന്നേക്കരുത്. ദൈവത്തിന്റെ വചനം ഒരുപോലെ കാണണമെന്നല്ലേ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റിയിൽ അടയാളമായി കണ്ടെന്ന് പറഞ്ഞല്ല, നിന്നെ കാണുന്നവൻ നീ വചനപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് നിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവണമെന്നല്ലേ എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിലിരിക്കുമ്പോൾ നീ അതിനെക്കുറിച്ച് സംസാരിക്കണം. ചർച്ചിൽ വരുമ്പോൾ സംസാരിച്ചാൽ മതി. വീട്ടിലിരിക്കുമ്പോൾ വഴക്കുണ്ടാക്കരുതെന്നല്ലേ എന്റെ അർത്ഥം. വചനപ്രകാരം ഭാര്യയോടും ഭർത്താവിനോടും സംസാരിക്കണം, മക്കളോട് സംസാരിക്കണം. നീ നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും വഴക്കുണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവ് തിരിഞ്ഞു കിടക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിന്റെ കട്ടളക്കാലിന്മേൽ ഉണ്ടാകണം എന്ന് പറയുന്നത് നിന്റെ വീട്ടിൽ വരുന്നവരെ എന്ത് കാണണം? കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കുന്നതാണോ കാണണ്ടേ? സ്നേഹമുള്ളൊരു കുടുംബത്തെ അവിടെ കാണാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നിന്റെ കൈകളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നിന്റെ കണ്ണുകളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നിന്റെ ശരീരത്തിലുടനീളം ഏതെല്ലാം അവയവമുണ്ടോ അത് വചനപ്രകാരം ഉപയോഗിക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. ഇതെല്ലാ തലമുറകൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മളെ തിരുത്തുന്നതും നമ്മളെ പണിയുന്നതും എല്ലാം ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിനോട് പറഞ്ഞ 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കൂ, നോക്കുക.
ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. Praise the Lord. പ്രിയമുള്ളവരെ, ദൈവശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും കഴിയാത്തതിന്റെ പ്രധാന കാരണം ദൈവം എന്നോട് അമാനുഷികമായി സംസാരിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അമാനുഷികമായി സംസാരിക്കുമോ? സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം നേരത്തെ 28 കൂടെ ചേർത്ത് വായിച്ചു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. ഇടിമുഴക്കം പോലെ ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേട്ടവരെ നിങ്ങൾ എന്താ പറഞ്ഞേ? ഇടിമുഴക്കം ഉണ്ടായി എന്നാ പറഞ്ഞേ. ദൈവം അങ്ങനെയും സംസാരിക്കും. എന്നാൽ നമ്മുടെ കർത്താവ് സംസാരിച്ചത് മിക്കപ്പോഴും സൗമ്യതയോടെയാണ് സംസാരിച്ചത്. വളരെ സൗമ്യതയോടെ, വളരെ കൃത്യമായിട്ടാണ് കർത്താവ് അപ്പസ്തോലന്മാരോടും ശിഷ്യന്മാരോടും ജനത്തോടും സംസാരിച്ചത്. പിശാചിനോട് പോലും അങ്ങനെയാണ് സംസാരിച്ചത്. അറിയണ്ടേ? കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് 40 ദിവസം മരുഭൂമിയിൽ യേശു ജീവിച്ചപ്പോൾ വല്ലാതെ വിശന്നു. ഒടുവിൽ പിശാച് എന്ത് ചെയ്തു? കുറെ കല്ലും പെറുക്കേണ്ടി വന്നു. ഇത് നീ അപ്പമാക്കി തിന്നു എന്ന് പറഞ്ഞു. നമ്മളാണ് എന്ന് പറയും, ഞാനാണ് പറയും നീ പോയി പണി നോക്കാൻ. ഷാജി മാസ്റ്ററാണ് തല വിളിക്കിട്ട് അത് ഞാൻ തീരുമാനിച്ചതാണെന്ന് പറയുന്നത്. നമ്മൾ ഓരോ പാസ്റ്റർമാരും എന്ത് പറയാനാണ് സാർ? നമ്മുടെ കമ്പല്ലൂർ ജോസ് പാസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് പറയുന്നത് നിന്റെ ഡാഷ്മോടി എന്ന് പറയുന്നത്. കർത്താവ് എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. നമ്മൾ മാതൃകയാക്കണ്ടേ? പിശാചി പറയുകയാണ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞേ? എത്ര സൗമ്യതയോടെയാണ് കർത്താവ് പറഞ്ഞത്? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടില്ലായിരുന്നു നമ്മുടെ കർത്താവ്. നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. നിന്റെ വീട്ടിൽ പോയി പറയാമെന്ന് ഞാൻ പറയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. എത്ര ശാന്തമായി ദൈവദാസന്മാർ തന്റെ വാക്കുകളെ ഉപയോഗിക്കണം എന്ന് കർത്താവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ആരാധിക്കാൻ പറഞ്ഞപ്പോ കർത്താവ് അല്പ ദേഷ്യത്തോടെയാണ് പറയുന്നത് തോന്നും. സാത്താനെ എന്നെ ദൂരെ പോകൂ എന്നൊക്കെ പറഞ്ഞത് കുറച്ച് വാക്കിന് മൂർച്ച കൂട്ടിയെങ്കിലും കർത്താവ് വളരെ കൃത്യമായിട്ടാണ് സംസാരിച്ചത് മിക്കപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഈ വചനം നാം പിശാചിനെതിരെയുള്ള ആയുധമാണെന്നാണ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനമെന്ന് വാൾ നിങ്ങൾ ധരിക്കണം. ദൈവവചനമെന്ന വാൾ നിങ്ങൾ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഇരുതല വാൾ, മൂർച്ചയേറിയ വാളാണെന്നാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 119, 105 നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞാൽ നീ ഇരുട്ടിലാണ് നടക്കുന്നത്. ഈ വചനമില്ലെങ്കിൽ നീ ഇരുട്ടിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. വചനം മാത്രമേ നിന്നെ വഴി നടത്തുകയുള്ളൂ പ്രകാശത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നടക്കാനുള്ള റൂട്ട് മാപ്പ് തരുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു നിയമങ്ങളും ചട്ടങ്ങളും വലിയ പുസ്തകമല്ലിത്. അവർക്ക് വഴി നടത്താനുള്ള വഴികാട്ടിയാണ് ഈ പുസ്തകം. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയുവാൻ, ദൈവത്തിന്റെ സ്വഭാവം അറിയാൻ ഈ പുസ്തകം നമ്മൾ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതവും യേശുവിന്റെ സ്വഭാവവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അറിയണമെങ്കിൽ ഈ പുസ്തകം നമ്മൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്നും, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നും, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതെന്നും അറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ പറഞ്ഞു? നിന്റെ വചനപ്രകാരം അതിനെ
സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു സാധാരണ പുസ്തകം വായിക്കുന്ന പോലെ വായിക്കരുത്. എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടവരണം എന്ന ബോധ്യത്തോടെ വേണം ഈ പുസ്തകം വായിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് ആത്മാവിൽ ജീവൻ നൽകുന്നത് ഈ വചനമാണെന്നല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വചനത്തോടൊപ്പം സമയം ചെലവഴിച്ചില്ലെങ്കിൽ ദൈവ ശബ്ദം കേൾക്കാൻ നിനക്ക് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിലൂടെ അല്ലാതെ ദൈവം എന്നോട് സംസാരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. വചനത്തിലൂടെ അല്ലാതെ ദൈവം സംസാരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. സംസാരിക്കും, നമുക്ക് വലിയ സംതൃപ്തിയാണ്, നമുക്ക് വലിയ ഇഷ്ടമാണ്. ദൈവം ഒന്ന് സംസാരിക്കുന്നത് കേട്ടാൽ അതിനേക്കാൾ വലിയ വലിയ സംതൃപ്തി വരെയില്ല. എന്നോട് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എന്തൊരു കുളിരാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അതിൽ മാത്രം ആശ്രയിച്ചാൽ ദൈവം സംസാരിക്കാത്ത സമയം വരും. അപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും, നിരാശയുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. അപ്പോൾ വചനത്തിന്റെ പുറത്തും വചനത്തിന്റെ പുറത്ത് ദൈവം സംസാരിക്കണം, അഥവാ വചനം കൂടാതെ ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വചനത്തിലൂടെ ഇവനോട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കൂട്ടരുണ്ട്. ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പുറത്ത് ദൈവത്തിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ രണ്ടും ഉള്ളതാണ് ശരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലും ദൈവം എന്നോട് സംസാരിക്കണം, വചനത്തിലല്ലാതെയും ദൈവം എന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിനും ഏറ്റവും നല്ലതും നമ്മുടെ ആത്മീയതയ്ക്ക് ഏറ്റവും നല്ലതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ ശരിയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വചനവുമായി പരിശോധിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. വചനവുമായി പരിശോധിച്ച് നോക്കി വചനം സപ്പോർട്ട് ചെയ്യാത്ത സന്ദേശങ്ങൾ സ്വീകരിക്കാത്തതാണ് നല്ലത്. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം സപ്പോർട്ട് ചെയ്യാത്ത സന്ദേശങ്ങൾ സ്വീകരിക്കാത്തതാണ് ദൈവമക്കൾക്ക് നല്ലത്, സന്ദേശം ലഭിക്കുന്നവർക്ക് നല്ലത്. അപ്പോസ്തലരുടെ പ്രവൃത്തി 17-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ തരുന്നത്. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറയുന്നത് തെറ്റാണോ എന്ന് വചനമനുസരിച്ച് പരിശോധിച്ച് നോക്കി. ഒരു ദൈവിക സ്പർശനം ഉണ്ടായാൽ മറിഞ്ഞു വീഴുവോ? മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ ചിലർ സമ്മതിക്കില്ല. കാരണം പിശാച് ഉന്തിയിട്ട സംഭവങ്ങൾ ബൈബിളിലുണ്ടല്ലോ. മറിഞ്ഞു വീഴുവോ? ദൈവിക സ്പർശനം ഉണ്ടായ പൗലോസ്, സൗൾ നിർത്തുകയുള്ളൂ. ദൈവിക സ്പർശനം ഉണ്ടായ ദാനിയേൽ ഓതം കെട്ടുന്നതുപോലെ വീണ് എഴുന്നേറ്റ് നിന്ന് എങ്ങനെയാ പറയാവോ? 4 കാലിൽ നിന്നു. 4 കാലിൽ ആരെങ്കിലും നിന്നാൽ ഇന്നെന്ത് പറയും? എന്ത് കുഴപ്പമാണെന്ന് പറയും. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ബോധരഹിതനായി വീണു. മാളിക മുറിയിൽ അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായപ്പോൾ ആരും വീണില്ല. ആരും വീണില്ല. വീഴുന്ന സംഭവം ഉണ്ടാകും, വീഴാത്ത സംഭവം ഉണ്ടാകും. ഇതെങ്ങനെയാണ്? ഇതിനെ വിമർശിക്കുന്നവരോട് ഇത് ഏതാണ് ശരിയെന്ന് എങ്ങനെ അറിയാം? അവരവർ അഭിഷേകം പ്രാപിച്ചാൽ അറിയാം. അവരവർ പ്രാപിച്ചാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരവർ അഭിഷേകം പ്രാപിച്ചാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അറിയാം. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഷാജി പാസ്റ്ററുണ്ട്, പാസ്റ്റുണ്ട്. ഞങ്ങൾ ഒരു 5-6 പേര് പ്രാർത്ഥിക്കാം. അങ്ങനെ രാത്രി കട്ട് പ്രാർത്ഥനയാണല്ലോ, പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. പള്ളിയിൽ നിന്ന് വിലക്കും
നമ്മുടെ കൂട്ടായ്മ വന്നാൽ പിന്നെ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ സമയം, രാത്രി കുറേ സമയം പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന കസേരയിൽ നിന്ന് തെറിച്ച് കുറേ ദൂരം പോയി, കണ്ണെടുത്തിരിക്കുക, തെറിച്ച് കുറേ ദൂരം പോയിട്ട് അവിടെ കിടന്നുകൊണ്ട് അന്യഭാഷ വർത്താനം പറയും. ഇന്നലെ ഇവിടുന്ന് പറഞ്ഞത് എന്തൊക്കെയോ പറയാം, ഒന്നും മനസ്സിലായില്ല. ദൈവം തരുന്നതിന് ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാണോ നീ വീട്ടിൽ പോയി എൻ്റെ റൂമിലിരുന്ന് അന്യഭാഷ പറഞ്ഞാൽ മതി, ഞാൻ പറയാൻ പറ്റുമോ? എനിക്കതിന് അവകാശമുണ്ടോ? ആരാണ് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ അവകാശം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ആർക്കുമില്ല. അതോടെ ഇരിക്കട്ടെ, അതിലേക്ക് പിന്നീട് വരാം. ബൈബിളിലെ വചനങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ ഹിതം ദൈവം ലോകത്തെ അറിയിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ലോകത്തെ അറിയിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹത്തോടെ തുറക്കണം എന്ന് വീണ്ടും പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയത്. കർത്താവിനെ അറിയുന്നതിന് 35 കൊല്ലം മുമ്പാണ്. അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് മെത്രാനെന്ന. ഞങ്ങൾ കുറെ കൂട്ടുകാർ, അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കുറേ നാട്ടുകാരെ ഇങ്ങനെ ഒരു പൊടി നേതാവായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. രാത്രിയിൽ 4 മണിക്കൊക്കെ ക്ലബിൽ പോയ 10 മണി വരെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും. 10 മണിക്ക് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. കാരണം ആണുങ്ങളായാലും വൈകുന്നേരം വീട്ടിൽ ഇരിക്കുമോ, അങ്ങനത്തെ സ്വഭാവമില്ലല്ലോ. അവർ പോയി 4 പേരോട് ഇവിടെ ഒത്തിരി ചീട്ട് കളിക്കുമോ, വാദം പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കണ്ടേ. അങ്ങനെ ഇന്ന് ഇപ്പോഴാണ് രാജപുരത്ത് ഒരു ധ്യാനം നടക്കുന്നു, മഞ്ഞാക്കലത്തേൻ്റെ ജെയിംസ് മഞ്ഞാക്കലത്തേൻ്റെ ധ്യാനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അന്നൊക്കെ ആൾക്കാർ പറയും ബൈബിൾ തുറന്നാൽ നിനക്കുള്ള സന്ദേശം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനേതായാലും ചീട്ടുകളിയെല്ലാം കഴിഞ്ഞൊരു 10 മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എന്നാൽ പിന്നെ ബൈബിൾ തുറന്ന് നോക്കിയാലോ. അന്ന് എൻ്റെ ബൈബിൾ ഒക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്, വായിക്കൊന്നുമില്ല. പള്ളിയിലൊക്കെ പോകും, ഒരു കുഴപ്പമില്ല. ഉപസാരിച്ചിരിക്കുമെങ്കിലും ഒറ്റ പാവം പോലും അച്ഛനോട് വേണ്ടാത്ത പറയില്ല. കുറച്ച് അച്ഛനോട് പറയാമെന്ന് മാത്രമേ പറയുള്ളൂ, ബാക്കി എൻ്റെ മനസ്സിലോടെ ഇരിക്കുകയുള്ളൂ. വെറുതെ എന്തൊരു ആവശ്യമില്ലാതെ നാളെ കിട്ടുമെന്ന് വിചാരിച്ചു. അതങ്ങനെയാണല്ലോ. ഞാൻ എന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങ് സംസാരിക്കണേ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നാൽ പിന്നെ ഒന്ന് എനിക്ക് വല്ലതും തരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ ഇങ്ങനെ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ സങ്കീർത്തന പുസ്തകത്തിലെ POC ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നവരെ ആശ്ചര്യപ്പെടുവി, മാനസാന്തരപ്പെടും, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയുമെന്ന്. എനിക്ക് ആകെ കിട്ടിയത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെണ്ടയ്ക്കാ മുഴുവൻ നിന്നെ ഞാൻ കീറിക്കളയുമെന്ന് ഉള്ളത്. വെണ്ടയ്ക്കാ മുഴുവൻ അത് എഴുതി വെച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ഭയപ്പെട്ടു പോയി, സത്യമായിട്ട് ഭയപ്പെട്ടു പോയി. പറയുമ്പോൾ അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനിന്ന് വിളിക്കുന്നു, ഞാൻ നാളെ ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് ഇന്നും ഞാൻ പറഞ്ഞില്ല, എന്നാ കാക്ക മലന്ന് പറഞ്ഞു. എന്തായാലും രാത്രി അന്ന് കുറങ്ങാൻ പറ്റിയില്ല. 4 മണിയായപ്പോൾ എഴുന്നേറ്റ്, അലാറവും മൊബൈലൊന്നും ഇല്ലല്ലോ. 4 മണിയായിട്ട് എഴുന്നേറ്റ് 8 കിലോമീറ്റർ ചിറ്റാരിക്കാല് വരെ നടന്നു രാത്രി. നേരം അവിടുന്ന് 6 മണിക്ക് ഒരു ബസ്സുണ്ട്, കാഞ്ഞങ്ങാടിനെങ്ങാണ്ട് ഒരു സ്റ്റേറ്റ് ബസ്. അതിന് കയറി ഭീമനടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ഇറങ്ങിയിട്ട് അപ്പൊ അന്ന് ധ്യാനം കൂടാൻ പോകുന്ന കള്ളന്മാര്, കള്ളുകുടിയന്മാര്, തെമ്മാടികൾ ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ പോകുന്നൊരു നേരാമണ്ണം ജീവിക്കുന്നവരും പോകാൻ പാടില്ല. അങ്ങനെ അവർ നോക്കുള്ളൂ. ധ്യാനം കൂടാൻ പോയി എന്നാ കുഴപ്പം ചോദിക്കും, എന്നെ മാറ്റാനായി പോകുന്നേ. അപ്പം എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ നേരെ എന്തിന് പോയാലും ധൈര്യമായിട്ട് പോകും. കക്കാൻ പോയാലും പാട്ടുണ്ടാക്കാൻ പോയാലും ഒളിച്ചും മാത്രമുള്ള പരിപാടിയിലും നേരെ പോകും. അതിനിടയ്ക്ക് ഒരു കാര്യം കിട്ടും, ഞങ്ങൾ സാറിനെ കൂട്ടി ഇത് പറഞ്ഞിട്ടായിക്കോട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ എല്ലാം കുടിച്ചേച്ച് 1-2 പേര് ഇങ്ങനെ വട്ടം ചുറ്റി നിൽപ്പുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവരും അങ്ങോട്ട് പോകാനാണ്, പറയാൻ മടിയല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ കൊണ്ട് അവർ പറഞ്ഞ ധ്യാനത്തിനാണ്. കുറേ കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ വന്ന് കഴിഞ്ഞപ്പോൾ പാലാവയിൽ ഇതൊരു ജീപ്പ് കൂട്ടി ആളെ കൊണ്ട് പോകുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ എങ്ങോട്ടാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി, ഇതിനെ കിട്ടുവാണോ, കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും കൊണ്ട് അന്ന് നിർത്തി പരിപാടികളെല്ലാം, ചീട്ടുകൾ നിർത്തി, ക്ലബിൽ പോക്ക് നിർത്തി, സകല ഇടപാടും നിർത്തി. ഭാര്യയോടൊന്ന് പറഞ്ഞ രണ്ടാമത്തേന് നല്ലത് വാക്ക് പറയാം, എനിക്കൊന്നുമില്ലെങ്കിൽ നല്ലതേ പറയുള്ളൂ. വരച്ച വരയിൽ മാറാൻ സമ്മതിക്കാത്ത സംഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അന്നതെല്ലാം നിർത്തി.
പിന്നീട് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് മെല്ലെ മെല്ലെ ജീവിക്കാൻ ആരംഭിച്ചത്. അങ്ങനെയാണ് ആ ഇടയ്ക്കാണ് പ്രിയപ്പെട്ട സാറിനെ കണ്ടുകൊണ്ടാണ് വന്നത്. പഞ്ചായത്തിലേക്ക് സാറ് സാക്ഷരതയുടെ കോർഡിനേറ്ററായി വന്നപ്പോൾ സാറ് സാക്ഷരതയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ പോകും. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാര് മുല്ലക്കരയോ അയാളോട് ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കുമല്ലേ, അയാൾ ഈ ഇവിടെ സാക്ഷരതയ്ക്കൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ എനിക്കറിയാം നിന്നോട് ആരാ പറഞ്ഞേ, എനിക്കറിയാമോ പുള്ളി പോകുന്നത്, ഞാൻ ഒച്ച ഇരുന്നുകൊണ്ട് സാറിനെ കുറിച്ച് ആരും പറയാൻ നിൽക്കില്ല, അവൻ മുല്ലക്കരയുടെ ആളാ മിന്നുണ്ടെന്ന് പറയുള്ളൂ. ഫ്രൈസറോ അന്ന് മുതൽ ദൈവവചനത്തിന് സപ്പോർട്ട് ചെയ്യാൻ കർത്താവിനെ അനുവദിച്ചു. കുപ്പായം ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, ഒരു കുപ്പായം എനിക്ക് ഇണങ്ങുകയുമില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനത്തിന് ആരെ ഉപയോഗിക്കാൻ പറ്റുമോ അവരുടെ പിന്നിൽ നിന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമാതിരി കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയിട്ടാണ് ജീവിക്കാനാണ് വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ഈ വചനം നിന്നെ തൊട്ടാൽ നിനക്ക് രൂപാന്തരം വരും. നിനക്ക് രൂപാന്തരം വരും. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. വചനം മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. കാരണം എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം നിനക്കുണ്ടാകും. ഇല്ലെങ്കിൽ മരണ ദിവസം ഉപേക്ഷിക്കും. എല്ലാവരും നിന്നെ കൈവിടും. നിന്നെ കൈവിടാത്തത് ദൈവത്തിന്റെ വചനം മാത്രമേ. ഇന്ന് പുകഴ്ത്തി പറയുന്നത് നാളെ നിന്നെ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് പുകഴ്ത്തി പറയുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്നൊക്കെ എഴുതിയേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പുകഴ്ത്തി പറയുന്നവരോട് ഒരു വാണിംഗും കൂടെ തരാം. പുകഴ്ത്തി പറഞ്ഞാലേ മാറി നിന്ന് കുറ്റം പറഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്ത് ചോദിക്കും? നീ സ്റ്റേജിൽ വെച്ച് എന്നാ പറഞ്ഞേ? മനസ്സിലായില്ലേ? നീ സ്റ്റേജിൽ വെച്ച് ആരെ കുറിച്ച് എന്നാ പറഞ്ഞേ? ഇപ്പൊ നീ എന്നാ പറയുന്നേ? നിന്റെ രണ്ട് പോകും കള്ള മിണ്ടി പോലും നമ്മൾ ഉള്ളിലിരുന്ന് പറയും. നമ്മളൊരാളെ പുകഴ്ത്തി പറഞ്ഞാൽ അത് തന്നെ പുറത്തും പറഞ്ഞോണം. ഇത് കേൾക്കുന്ന ഒരാളെ കൊണ്ടുവന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാമോ അതേ പറയാൻ പാടുള്ളൂ. ഒരു സ്ഥലത്തൊന്നും മറ്റു സ്ഥലത്ത് മാറി എന്ന് വേറെ പറഞ്ഞാൽ ഇത് കേൾക്കുന്നയാൾ അകത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമല്ലേ? നിന്റെ കാപട്യം അവൻ അറിയത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൂഴ്ത്തി പറയുന്നത് കേൾക്കുന്നതിന് എളിമപ്പെട്ടേക്കണം. നാളെ നീ താഴെ ഇറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം വിശുദ്ധ ബൈബിളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ഒന്നാമത്തെ മാർഗം വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള രണ്ടാമത്തെ മാർഗത്തിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള രണ്ടാമത്തെ മാർഗം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടാവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണത്തിൽ നമുക്ക് ദൈവത്തിന്റെ അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ ദൈവത്തോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് ഇറങ്ങിപ്പോന്നേ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം എന്റെ ദൈവമേ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കാത്തത് കൊണ്ടാണ് ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരോട് സംസാരിക്കും, അല്ലെ? ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. ബന്ധം പറഞ്ഞാലോ ഫോൺ ചെയ്താൽ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞേച്ച് കട്ട് ചെയ്തേക്കും. ഇല്ലെങ്കിലോ 2 മണിക്കൂർ ഫോൺ ചെയ്താലും തീരെയില്ലാത്ത മനുഷ്യൻ അല്പം അകലത്തിലാണ് എന്ത് ചെയ്യും? ഫോൺ വേഗം കട്ട് ചെയ്തേക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും ഈ ശല്യം ഒന്ന് ഒഴിവായാൽ മതി എന്ന് വിചാരിക്കുകയുള്ളൂ. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, സ്നേഹക്കുറവുള്ളവരാണെങ്കിൽ, സ്നേഹമുള്ളവരാണെങ്കിൽ അവരെ നമ്മൾ മുറിപ്പെടുത്താൻ നോക്കുകയില്ല. ഒരു കാരണവശാല് സ്നേഹമുള്ളവർക്ക് ഒരു വിഷമം വരുന്നത് വരാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും. സ്നേഹമുള്ളവർക്ക് വിഷമം വരാതിരിക്കാൻ. അല്പം സ്നേഹം കുറഞ്ഞാലോ മുറിഞ്ഞാലും വേണ്ടിയല്ല, ഞാൻ പറയാനുള്ളത് പറയും. എന്ത് പറയും? ഞാൻ പറയാനുള്ളത്. മുറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയും പറയാനുള്ളത്. ചില കടക്കമുള്ളവരാണെങ്കിലോ എന്തെങ്കിലും പറഞ്ഞൊന്നും മുറിക്കാതെ നിർത്തുകയില്ല.
എന്തെങ്കിലും പറഞ്ഞ് കുറിച്ചിട്ടേ നിർത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. കർത്താവിനോട് നിനക്ക് സംസാരിക്കാൻ ഇഷ്ടമാണോ? കർത്താവിന് വേണ്ടി നിനക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണോ? അവൻ പറയുന്നത് കേൾക്കാനും ഒന്ന് സമയം നിന്ന് കൊടുക്കാൻ നിനക്ക് കഴിയാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ചർച്ചിൽ പറഞ്ഞേ, എല്ലാവരും 1000 സ്തോത്രം ചെല്ലണം ഒരു ദിവസം. 1000 സ്തോത്രം. 1000 സ്തോത്രം ഞാൻ എണ്ണി നോക്കി. ഏകദേശം 1 മണിക്കൂർ ഒരു 16-15 മിനിറ്റ് ഉണ്ടെങ്കിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് 1000 പ്രാവശ്യം പറയാൻ പറ്റും. എന്നാൽ 1-2 പേര് സ്തോത്രം പറയാൻ തുടങ്ങി. അവര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ധ്യാനത്തിലേക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? സെല്ല് തിരിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മറ്റുള്ള പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവിടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സെല്ല് വേണ്ടെന്ന് വെച്ചേക്കാന്ന് പറഞ്ഞു. ഏതായാലും ഫലത്തിൽ സെല്ല് വേണ്ടെന്ന് വെക്കാൻ ഇട വന്നു. സ്തോത്രം പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പാസ്റ്ററെ, ഇന്ന് തന്നെ ഇങ്ങനെ കാണുന്നല്ലോ, അതെന്നാ? ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ദേഷ്യമുള്ളവർ, അവരെന്നെ മറുപടി അറിയേണ്ടതായിരിക്കും, ഓർക്കും പറയാം, ഇവിടെ ഇരിപ്പുണ്ട് എന്ന് കർത്താവിനോട് പറഞ്ഞു. ആ ഒരു വചനമാണ് കിട്ടിയത്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇങ്ങനെ സൗകര്യം കണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞ കുറെ കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അതെന്താന്ന് മനസ്സിലായിരുന്നു. ഞാൻ വെറുതെ കല്ല് പോലെയുള്ളവർ ആരെങ്കിലും ഇതിനകത്ത് കാണും, അത് ഒന്ന് മെഴുക് പോലെ ആകാൻ നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിന്റെ മനസ്സ് കല്ല് പോലെ ആണെന്ന് പോട്ടെ എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു വിട്ടേ. പ്രൈസ് ദി ലോർഡ്. കല്ല് പോലെയുള്ള മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്തേരെ കേട്ടോ, വിട്ടുകൊടുത്തേരെ. ഗർവിച്ചിരിക്കുന്നവർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗർവിച്ചിരിക്കുന്നവർ, ആരോടെങ്കിലും ഉള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വരികയാണ്. എന്ത് കാരണമാണെങ്കിലും ഒന്ന് അങ്ങ് ഉപേക്ഷിച്ചേരെ. ഗർവിച്ചിരിക്കുന്ന ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഗർവിച്ചിരിക്കരുതേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, തിരികെ വരാം. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് കേൾക്കണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ കർത്താവിനോടൊത്ത് സമയം ചിലവഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അമാനുഷികമായും അസാധാരണമായും നമ്മളോട് സംസാരിക്കുമെങ്കിലും വളരെ ഹൃദ്യമായി ലളിതമായി സംസാരിക്കും. ഏലിയാവ് കാത്തിരുന്നു. കൊടുങ്കാറ്റിൽ ദൈവം ഉണ്ടാകുമെന്ന് കരുതി. ഉണ്ടായിരുന്നോ? ഭൂകമ്പത്തിൽ ഉണ്ടാകുമെന്ന് കരുതി. ഉണ്ടായിരുന്നോ? തീയിൽ ദൈവം ഉണ്ടാകുമെന്ന് കരുതി. ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞപ്പോ ഏലിയാവേ എന്തെടുക്കുന്നു? വളരെ മൃദുവായി ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണെങ്കിൽ, തിരക്കുകളുടെ നടുവിൽ അകപ്പെട്ടാൽ ദൈവത്തിന്റെ ശബ്ദം ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയാതെ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം, നമുക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുമായി പ്രാർത്ഥനാ മുറിയിലേക്ക് ചെല്ലും. എങ്ങനെയെങ്കിലും ഇതൊന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, എന്നല്ലേ കാര്യം സാധിക്കുള്ളൂ. ദൈവത്തോട് പറഞ്ഞ് ഇത് കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലേ കാര്യം നടക്കുകയുള്ളൂ എന്ന മനോഭാവത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് പോയാൽ, പ്രാർത്ഥനാ മുറിയിലേക്ക് പോയാൽ ദൈവം പറയുന്നെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും. എന്നാൽ ദൈവഹിതത്തിന് നമ്മളെ വിട്ടുകൊടുത്താൽ, കർത്താവെ അങ്ങ് എന്നോട് പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്തേക്കാം എന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് പോകണം. നമ്മളൊരു തീരുമാനം എടുത്തതിന് ശേഷം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകരുതേ. പ്രാർത്ഥനാ മുറിയിൽ വെച്ച് നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവെ അങ്ങ് പറയണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറയും. ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ, 2 ദിവസം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നോട് പറയാതിരിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ എന്താണ് കർത്താവ് പറഞ്ഞത്? അങ്ങയുടെ ഇഷ്ടം ഭൂമിയിൽ നടപ്പാകണം എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയിക്കണമേ എന്ന് ദൈവത്തോട് പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് തരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞു തരും, ചിലപ്പോൾ തരികയില്ല, ചിലപ്പോൾ കാത്തിരിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും പ്രധാന മാർഗം ഞാൻ പറയാം, കാത്തിരിക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാകണം. നിങ്ങൾ സംസാരിക്കരുതേ എന്ന് ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചു പോയി. ആവശ്യമുള്ളതിന് സംസാരിക്കാം, പക്ഷെ അനാവശ്യമായി നമ്മൾ സംസാരിച്ചു പോയി.
കാരണം നമ്മൾ പ്രകൃതി അങ്ങനെയായി. അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് കുറ്റം പറയുമല്ല, അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയതാ. പക്ഷെ കാത്തിരുന്ന് കർത്താവെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരാഗ്രഹത്തോടെ ഇരുന്നെങ്കിൽ നിന്നോട് ദൈവം സംസാരിക്കും, ഒരു സംശയവും വേണ്ട. യോശുവ തന്റെ യജമാനനായ മോശയെ വിട്ടുപിരിയാതെ നിന്നു. ശരിയാണോ? 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 അല്ല, യോശുവ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. തന്റെ യജമാന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഒറ്റ ഒരുത്തനാണെന്ന് അറിയാമോ? ഒറ്റ ഒരുത്തനാണ് ആ കൂടാരത്തെ വിട്ടുമാറാതെ നിന്ന്. ദൈവ സാന്നിധ്യം വേണമെന്ന് അത്രയും ലക്ഷം മനുഷ്യരുണ്ടായിട്ട് മോശ പോലും തന്റെ വീട്ടിലേക്ക് പോയപ്പോ ആ സാന്നിധ്യത്തെ നോക്കിയിരുന്നു. നീ തന്നെയാണ് എനിക്ക് കൊള്ളാവുന്നതെന്ന് ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. അത്രേ ഉള്ളൂ സംഭവം. നിന്റെ ഹൃദയം എത്രമാത്രം കർത്താവിന് കൊടുക്കുന്നുവോ, നിന്നെ മുഴുവനായി സമർപ്പിക്കാൻ നിനക്ക് പറ്റുമോ, നീ എന്ന വ്യക്തിത്വത്തെ മുഴുവനായി ഒന്ന് കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് അടിയനിതാ എന്നൊന്ന് പറയാവോ? പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ കർത്താവിന് മുന്നിൽ അങ്ങനെ ആകാൻ പറ്റുമോ? നിശ്ചയമായും നിന്നെ വിടുകയില്ല കർത്താവ്. അങ്ങനെയുള്ളവനെ നോക്കിയിരിക്കുകയാണ് കർത്താവ്. അങ്ങനെയുള്ള ഒരുത്തനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. എന്നെ പോയിട്ട് പറയുന്നതല്ല. ഞാൻ മിക്കവാറും നിങ്ങൾ ഏകദേശം കിടക്കാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ പോയാലും കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൃത്യം 5:30 കഴിയുമ്പോൾ വരാറുണ്ട്. എനിക്ക് മുമ്പേ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി 3:30 എഴുന്നേറ്റ് അടുക്കള ജോലി ചെയ്യാറുണ്ട്. 6 കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു. വീട്ടിലെ കുറച്ച് കാര്യം ക്രമീകരിച്ച് എന്നാ പിന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. എന്നാ പിന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. എന്നാ പിന്നെ പോയേക്കാമെന്ന് പറഞ്ഞു വരുന്നവർക്ക് അങ്ങനെ കിട്ടുള്ളൂ. യാതൊരു സംശയവും വേണ്ട. ദൈവത്തിന് വേണ്ടി എന്ത് നിനക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? ദൈവത്തിന് വേണ്ടി എന്ത് നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റും? നിന്റെ ഈഗോ എന്ന മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിന്റെ കുറെ കാഴ്ചപ്പാടുകളില്ലേ, കുറെ ചിന്താഗതികളില്ലേ, ആഗ്രഹങ്ങളില്ലേ, ഇതെല്ലാം വെച്ചുകൊണ്ട് എവിടെ വരെ പോകാൻ പറ്റും? ചൗക്കുഴി വരെയേ പോകുള്ളൂ, ഒരു സംശയവും വേണ്ട. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാസ്റ്ററെ എന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു പാസ്റ്റർ പറയാനിട വന്നു. ഒരു അത്യാവശ്യം വിളിച്ചപ്പോൾ എന്നിട്ട് ജോലിക്ക് പോയി, പിന്നെ വീട്ടിൽ വന്നില്ല. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ എല്ലാവരോടും പ്രസംഗിക്കുകയും നമ്മൾ കണക്ക് കൂട്ടും. നമ്മുടെ കുറെ കാര്യങ്ങൾ ഒന്ന് സെറ്റപ്പ് ആക്കിയതിനു ശേഷം ബാക്കി സമയത്ത് കർത്താവിനെ വിളിക്കാമെന്ന് കരുതിയാൽ അങ്ങനെ വിളി കേൾക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ 100% പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ പ്രസംഗിച്ചതാന്ന് തോന്നുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഒരു മുറി അവന് വേണ്ട. നിന്റെ വീടിന്റെ താക്കോൽ കൊടുത്താൽ അവൻ വാങ്ങിക്കും. ഒരു മുറിക്ക് അകത്ത് അവനെ ഒതുക്കാൻ നോക്കിയാൽ അവൻ ഇരിക്കുകയില്ല. അവനത് ആവശ്യമില്ല. ദൈവത്തെ മാമോനെ നിനക്ക് ഒന്നിച്ച് സേവിക്കാൻ പറ്റുകയില്ല. നിന്റെ വീടിന്റെ താക്കോൽ തന്നാൽ അവൻ ആ ഭരണം ഏറ്റെടുക്കും. പിന്നെ നിന്റെ കാര്യം സുഗമമായിക്കോളും. ഒന്നുമില്ലാതെ ഇവിടെ ജോർജ് മാസ്റ്റർ സാക്ഷ്യം കേട്ടതാണല്ലോ. ഒന്നുമില്ലാതെ, ആരുമില്ലാതെ 600 രൂപയുമായി തിരുവനന്തപുരത്ത് പോയ മനുഷ്യനാണ്. ആരെ നോക്കിയത്? മസിൽ പിടിച്ച പലരും പല സ്ഥലത്തേക്ക് പോയി. എന്നും അവിടെ പടിയായിട്ടിരിക്കുന്നു. ദൈവം നമ്മളെ നോക്കുമെന്ന് വിചാരിച്ച് നിരുപാധികം വിട്ടുകൊടുത്തിട്ട് പോകാമോ? നിനക്ക് നഷ്ടം വരുത്തിയിട്ട് നിന്റെ കണ്ണുനീര് കണ്ട് ആസ്വദിക്കുന്നവനാണ് നിന്റെ ദൈവമെന്നാണോ കരുതുന്നത്? അല്ല. അങ്ങനെ ഒരു കണ്ണുനീരുണ്ടായാൽ നിന്റെ മനോഭാവം എന്താണെന്ന് നോക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്കൊരു വിഷമമുണ്ടായാൽ, നിനക്കൊരു വേദന ഉണ്ടായാൽ, ഒരു തകർച്ചയുണ്ടായാൽ, രോഗമുണ്ടായാൽ നിന്റെ മനോഭാവം ദൈവത്തിന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഇട്ടിട്ട് പോകുന്നവനാണോ എന്ന് കർത്താവിന് അറിയാൻ ആഗ്രഹമുണ്ട്. എത്രമാത്രം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഈ ദൈവത്തിന്റെ വചനം അനേക തവണ എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അനേക തവണ എന്നെ ശാസിച്ചിട്ടുണ്ട്. അനേക തവണ എന്നെ തിരുത്തിയിട്ടുണ്ട്. പലവട്ടം കരയിപ്പിച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ. എന്നാൽ തീരാത്ത ദുഃഖത്തിൽ തീച്ചൂളയിലൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നിന്നെ രൂപാന്തരപ്പെടുത്താൻ ഏറ്റവും മതിയായതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിനക്ക് നിന്നെ കാണണമെങ്കിൽ നീ ദൈവത്തിന് മുൻപിൽ നിൽക്കണം, വചനത്തിന് മുമ്പിൽ. വചനം കണ്ണാടിയെ പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ മുഖം കാണണമെങ്കിൽ എവിടെ നിൽക്കണം? കണ്ണാടിയുടെ മുമ്പ് പോയി തന്നെ നിനക്ക് തന്നെ കാണാൻ പറ്റും. ഇല്ല മറ്റൊരു പറയുന്ന പോലെയാ, ഇവിടെ കരി പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരാം, നിനക്ക് കാണാൻ പറ്റുമോ? നീ എന്തുകൊണ്ട് പോകും? ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ളത് കാണണമെങ്കിൽ വചനത്തിന്റെ അടുത്ത് വരണം. പ്രാർത്ഥനയിൽ കർത്താവിനോട് ചേർന്നിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. അല്ലെങ്കിൽ യിരെമ്യാവിന്റെ പുസ്തകം 33-3 എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വായുവിനോടാണോ? പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജീവനുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ നമുക്ക് ഉത്തരം തരാതിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നതിനെ കുറിച്ചാണ് നാം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വചനത്തിലൂടെ ദൈവം സംസാരിക്കും, പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരികയാണ്, ദൈവം തന്റെ ആത്മാവിലൂടെ നിന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വിശദമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടു. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് വന്നത്. നമ്മുടെ ഈ ധ്യാനത്തിന്റെ ആദ്യ സമയത്തൊക്കെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും കെടുത്തരുതെന്നും ദൂഷണം പറയരുതെന്നും വ്യാജം പറയരുതെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലല്ലോ, പിന്നെ എന്താ ദൂഷണം പറയാതിരിക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടി, അഥവാ ചിന്തിക്കാതിരിക്കണം. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ദൂഷണം പറഞ്ഞാൽ എന്ത് കിട്ടും? പണി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് നീ ഓവർ സ്പീഡ് എടുത്ത തലകുത്തി പറയുമെന്ന് പറയണ്ടേ? പറയണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരോടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇത് പ്രാപിച്ചതിന് ശേഷം ഇത് പറഞ്ഞാൽ ഇവൻ നശിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞിരുന്ന കാര്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ പരമാവധി എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ കൃപകളെ വ്യാജമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സാറ് ഇന്ന് തന്നെ നിങ്ങളോട് പറയാനിട വന്നല്ലോ. കൃപാവരങ്ങളോടുള്ള മനോഭാവം കേൾക്കുമ്പോൾ ആദ്യം പോലെ എനിക്ക് തോന്നി സാറിന് ഈ കൃപാവരങ്ങൾ ഇടിക്കുന്നതെന്നൊക്കെ. സത്യമായിട്ടും കൃപാവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലോ ഞാൻ തലകുത്തി മറിഞ്ഞ് ഇതിനെ ദുരുപയോഗിച്ച് നശിച്ചതിന് ശേഷം ഇത് കേട്ടിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ഉപയോഗിക്കുന്നതിൽ തെറ്റിപ്പിച്ച അഥവാ കൃപകളെ വ്യാജമായി ഉപയോഗിച്ച് നശിച്ചവർ അനേകരാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ കൃപകളെ ഉപയോഗിച്ച് തെറ്റായി ഉപയോഗിക്കുകയും ഒടുവിൽ അത് വേണ്ടെന്ന് വെച്ച് വീട്ടിൽ പോയി ഇത് കളഞ്ഞേച്ച് കുത്തിയിരിക്കുന്നവര് അങ്ങനെ ഇരുന്നതിന് ശേഷം ഇത് കേട്ടിട്ട് കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് വന്ന ഗതികേട് എനിക്കും നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട സാറ് നമ്മളോട് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രവചനവരം നീങ്ങിപ്പോകും, ഭാഷാവരം നിന്നുപോകും എന്ന് ഒരു വചനം ബൈബിളിനകത്തുണ്ട്. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. ഇതെടുത്ത് ബ്രദറും സഭക്കാർ എന്റെ വീട്ടിൽ വന്നായിരുന്നു തർക്കിക്കാൻ വേണ്ടി. ഞാൻ ഈ മനുഷ്യരോട് അരമണിക്കൂർ പറയേണ്ടി വന്നു. ആ മനുഷ്യൻ ഇറങ്ങി ഓടി. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം വന്നു കഴിയുമ്പോൾ അവിടെ പോയി ദൈവത്തോട് ഭാഷകാരൻ പ്രാർത്ഥിച്ചിരിക്കുന്ന കാര്യമുണ്ടോ? അവിടെ വരുമ്പോ അതൊക്കെ നിന്നു. പിന്നെ പ്രവചിക്കേണ്ട കാര്യമുണ്ടോ? അന്ന് നിന്നു പോകുമെന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ആർക്കെന്നുണ്ടെങ്കിൽ പോലെ. പ്രൈസ് ദി ലോർഡ്.
നിന്നു പോവുകയില്ല. എന്ന് നീ ഈ ഭൂമിയിലുണ്ടോ, എന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ടോ, അന്ന് വരെ ഇതുണ്ടാകും. ഒരു സംശയവും വേണ്ട. ആര് പറഞ്ഞാലും സംശയിച്ചിട്ട് കൊടുത്തേക്കും. സാറ് ഞാനും കൂടി ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടി മെത്രാന്റെ അടുത്ത് പോയി. അത് കരിസ്മാറ്റിക് ഞങ്ങളെല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. സാറിന് തോട്ടപ്പള്ളിയായി വെച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കുർബാനയെ കുറിച്ചൊക്കെ കുറെ എതിർത്തൊക്കെ പറയുമായിരുന്നു, രഹസ്യത്തിൽ പറയുമായിരുന്നു. അപ്പോ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് 2 ചോദ്യമായിരുന്നു ചോദിച്ചേ. അച്ഛോ, ഈ സക്രാരിക്കകത്തുനിന്ന് ഈ കുർബാന എന്ന് പറഞ്ഞ അപ്പം എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് അപ്പൊ യേശു ഇവിടെ പുറത്താണ്, പിന്നെ അടച്ചേച്ച് അതിനെ കുമ്പിടുന്നത് എന്തിനാ? അതിനകത്ത് ആളില്ലല്ലോ. ഒരു കാര്യത്തിൽ അന്ന് കുർബാന കഴിഞ്ഞിട്ട് ഇതെടുത്ത് വെച്ചിട്ട് ഇവനെ കുമ്പിട്ടില്ല. 2ാമത്തെ ചോദ്യം ചോദിച്ചു. സാർക്ക് ഇന്ന് ദേഷ്യം വരില്ല, സാറിന്റെ കൂടെയല്ലേ, കുഴപ്പം വന്നപ്പോൾ സാറിന്റെ കുഴപ്പമില്ല, എനിക്കെന്താ കുഴപ്പമില്ല. 2ാമത്തെ ചോദ്യം, കുർബാന സ്വീകരിച്ചു, ചെറിയ കുർബാന സ്വീകരിച്ചു, ഇത് നമ്മളിങ്ങോട്ട് പോകുന്നു, അവിടെ ഇരുന്നു. പിന്നെ വലിയ കുർബാന എടുത്തു വെക്കുമ്പോൾ അങ്ങോട്ട് കുമ്പിട്ട് ആരാധിക്കുക. അപ്പൊ ഈ സാധനവും അതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഉള്ളിലൊരു കുർബാന ഇരിക്കുന്നു, ഇപ്പൊ ഇച്ചിലൂടെ മുഴുത്ത് ഏതെങ്കിലും ശക്തി കൂടുതലുണ്ടോ എന്നില്ല. അപ്പൊ അതിന് മറുപടി എഴുതാൻ അവൻ ഏതാ ഒന്ന് ഇത് ഞാൻ ചോദിക്കാൻ പോയില്ല. ഇത് കുട്ടാങ്ങനെ സാറിന് ഓടിക്കൊന്നിരിക്കുന്നത് അധികം ചോദിക്കാൻ പോയില്ല. അതുപോലെ തന്നെ പള്ളിയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു തെക്കഞ്ചേരി അച്ഛനുണ്ട്. പുള്ളി അദ്ദേഹം പറയും, ഇന്ന് 4 സ്തോത്രം അടിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറയും. പ്രാർത്ഥന ഗ്രൂപ്പ് ഇരിക്കുക എല്ലാം ഒരു 19 പേരൊക്കെ ഇരിക്കുന്നത് കുർബാനയുടെ സമയത്ത് നീ ഒന്നും 4 സ്തോത്രം അടിച്ചിട്ടുണ്ട്, ഇത് ഈ വാക്ക് ഉപയോഗിച്ചേ, അടിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം മാത്തുക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവനോട് പറയും, ഞാൻ ഇയാൾക്കിട്ടൊക്കെ കൊടുത്ത് ഞാനിവിടെ വേറെ പോകുന്നുണ്ട് ഏക്കാൻ തുടങ്ങുക. ഞാനിവിടെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞത് ഞാനിങ്ങനെ ചുണ്ടുകൊണ്ട് എന്നെ നോക്കിയിട്ടാ പറയാം, ആ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞു ഒച്ചയിലല്ല ശബ്ദം വിളിക്കുന്ന എന്റെ മുഖഭാവം കണ്ടപ്പോ പാട്ടുപെട്ടി മറക്കി പേടിയുണ്ട്. ചോദിക്കുന്നതിന് മടിയില്ലാതെ ആണെന്ന് പറയുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കൃപാവരങ്ങൾ നിന്ന് പോയിട്ടില്ല. ഏതെങ്കിലും നമ്മുടെ സഭയിൽ ഭാഷാവരം നിന്ന് പോയില്ല. കാരണം ഇന്നലെയും സാർ അത് ഉപയോഗിച്ചതിനെ പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സാറാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് കൃപാവരം ഞാൻ വീട്ടിൽ പോയി ഉപയോഗിച്ചോളാം എന്ന് സാറ് പറഞ്ഞില്ല. പരസ്യമായിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് സാറ് നമുക്കൊരു പ്രാർത്ഥിച്ചു, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാഷാവരം എല്ലാവരും ആഗ്രഹിച്ചോണം. കർത്താവ് ഈ സമയം തരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തിയിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. കേട്ടവരെല്ലാം കുറെ പേര് ദൈവത്തിന് വൻ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. കുറച്ചു പേരെന്ന് പറഞ്ഞു കള്ളു പിടിച്ചിട്ടാണ്. ഈ ഭാഷാവരം കിട്ടിയപ്പോൾ ഞാനെന്നാ വീട്ടിൽ പോയിട്ട് സംസാരിച്ചോളെന്ന് പറഞ്ഞവർ പോയോ? അവരവിടെ നിന്ന് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താ കുഴപ്പം? അവർ ധൈര്യപൂർവ്വം അവിടെ നിന്ന് കള്ളു പിടിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ന് കിട്ടിയത് പറയാനിട വന്നു. സ്തോത്രം. നിനക്ക് ധൈര്യം ഉണ്ടെന്നേ പറയാവുള്ളൂ. ആരെങ്കിലും കല്ലുവർക്ക് എറിയും, മേടിച്ച് കൂട്ടത്തിൽ ഇടാവുന്ന മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇതേ പറയണ്ട, ഒന്നുകൂടി ശ്രദ്ധിപ്പെട്ടാൽ മതി. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഈ ഭാഷാവരത്തെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കൊളസ്തീവിൽ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയി. അവിടെ വെച്ച് ഞാനിങ്ങനെ കുറേ വരങ്ങളൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ശബ്ദം, അപ്പൊ എനിക്ക് ആ ചിരി കൂടെ വന്നു. ആൾക്കാരിങ്ങനെ തലവേദന. ഞാൻ പറഞ്ഞു, നീ എന്നാ കിട്ടി ചോദിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചെന്ന് പറയുന്നു. ഇടി വെട്ടുന്ന പോലെ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പുച്ഛിക്കുവാണോ? ഇടി വെട്ടുന്ന ഒരുപാട് പോലെ തമാശ പറഞ്ഞു പോയതാ. പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് കൊണ്ട് നിൽക്കുക. ഞാൻ അത്ര മൃദുലമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. നിസ്സാര കാര്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഇടിച്ച് വണ്ടിക്കുളം കയറ്റുന്നവരുണ്ട്. ചെയ്തേക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള പാപമാണ്. നിന്നെ കർത്താവ് കൈകാര്യം ചെയ്യും. പരിശുദ്ധാത്മാവിനെതിരെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും അറിയാതെ പറയുന്നത് നല്ലതാണ്. സ്തോത്രം.
വെറുതെ പണിക്കിട്ട് മേടിച്ച് വെച്ചേക്കുന്നത്. മേടിച്ച് കിട്ടിയ ആളാണ് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത്. സ്വന്തം അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെതിരെ ദൂഷണം പറഞ്ഞു, ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാലോ ക്ഷമിക്കുകയല്ല. എന്താ കാര്യം? ഒരു ഭ്രാന്തനെ സുഖപ്പെടുത്തിയപ്പോൾ അവര് ഭൂതങ്ങളെ തലവനെ കൊണ്ട് സുഖപ്പെടുത്തി പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് പറഞ്ഞത്. അതുപോലും ഒരു ദൈവാത്മാവിന്റെ കൃപകളെ വിമർശിച്ചതാണ് കർത്താവിന് ഇഷ്ടം. പരിശുദ്ധാത്മ യേശു പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തൊട്ട് കളിക്കാൻ യേശു സമ്മതിക്കുകയില്ല. സ്തോത്രം. എഴുതി വെച്ചോളൂ, പരിശുദ്ധാത്മാവിനെ അറിയാവുന്നത് പറഞ്ഞാൽ മതി, അറിയാത്തത് പറയാൻ പോയി വെറുതെ ആവശ്യമില്ലാത്ത പണി മേടിച്ച് കെട്ടി വെച്ചേക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപകളാൽ പ്രിയപ്പെട്ട സാറിലൂടെ പണിതതാണ് ഈ സഭ. ഇപ്പൊ സാറ് പറയുവാണെന്ന് വിചാരിക്കുക, ഞാനും സാറും അങ്ങനെ ഒരു ബന്ധത്തിലാണ്. ചിലപ്പോൾ ഞാൻ അപ്പനെയും മക്കളെ പോലെയാണ്, ചിലപ്പം ഗുരുവിനെയും ശിഷ്യനെയും പോലെയാണ്, ചിലപ്പം കൂട്ടുകാരെ പോലെയാണ്, ചിലപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കും. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് ആർക്കുമില്ല. 35 കൊല്ലത്തെ ബന്ധമുണ്ട്. ടീച്ചറിന് പോലും ഇല്ലാത്തൊരു ബന്ധമാണ്. സ്തോത്രം എന്ന് പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാറുണ്ട്. സ്തോത്രം. ഇപ്പം ഞാൻ ആ സ്വാതന്ത്ര്യത്തോടെ ഒരു കാര്യം പറയാം. അനേക രോഗികളെ സുഖപ്പെടുത്തി. കുറച്ചതും കൊണ്ട് വന്നിട്ട് മേടിച്ചത് നീ പൊടി എന്ന് പറഞ്ഞിട്ട് ഒരു സെലിൻ ചക്കുങ്കലോ അതിനെ പറഞ്ഞു വിട്ടു. അങ്ങേ നോക്കിക്കോ, അങ്ങേ അറ്റത്ത് ചെന്നിട്ട് ഞാൻ പേടിച്ചിട്ട് കഥങ്ങാനും ഉരുണ്ട് വീണ അന്നത്തെ അച്ഛൻ നമ്മളെ ഇവിടുന്ന് ഓടിക്കും എന്ന് വിചാരി പേടിച്ച് ഞങ്ങൾ നിൽക്കുന്നത്. അവളവിടെ പോയിട്ട് നേരെ തിരിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഇങ്ങനെ ദൈവം ഉപയോഗിച്ച ആളാണ് പ്രിയപ്പെട്ട സാറ്. നാളെ എനിക്കിത് മാരകരോഗം വന്നാലേ സാറ് പറയാം, ഞാൻ ഇതൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്നെ സുഖപ്പെടുത്തിയിട്ട് ഉറങ്ങിയാൽ മതി ഞാൻ പറയും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു സമ്മതിക്കുകയില്ല. ഈ കൃപകളെ എനിക്ക് വേണമെന്ന് പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഇത് കണ്ടിട്ട് അവൾ ഇറങ്ങി തിരിച്ചേ. മറ്റുള്ളവർക്ക് ഇതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് എന്റെ കാര്യം വരുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാലോ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അവൻ സമ്മതിക്കും ഇല്ല. ഇവിടെ കൈവച്ച് 6 ബ്ലോക്ക് പോട്ടെന്നത് പോയി അങ്ങനെ പോയി. നമുക്ക് എങ്ങനെ ബ്ലോക്ക് വന്നാലോ നമ്മൾ നേരെ പോകും. നേരെ സാറ് എന്നെ സുഖപ്പെടുത്തി പറയാൻ പറ്റും. ഞാൻ പറയും ഇതിലൂടെ പണിതാണ് നമ്മുടെ സഭ. ഇത് നമ്മൾ വാങ്ങണം. ഇതില്ലാതെ ദൈവസഭയെ പണിയാൻ പറ്റുകയില്ല. ഇതില്ലാതെ ദൈവസഭയെ പണിതാൽ ഒടുവിൽ കസേരയോട് നീ സംസാരിക്കേണ്ടി വരും. സ്തോത്രം. കസേരയോട് സംസാരിക്കേണ്ടി ഒടുവിൽ കസേര മാത്രം ബാക്കി വരും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഇതെല്ലാം പറഞ്ഞതാണെങ്കിൽ വീണ്ടും പറയും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുമാനങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളോട് പറയും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്? എന്റെ മനസ്സിലുള്ള പറയാം, ശരിയൊന്നും അല്ലായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാലേ, രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയിട്ട് യേശു എവിടെയാണ്? പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എപ്പോഴൊക്കെയാ മധ്യസ്ഥം വഹിക്കുന്നത്? നമുക്കെതിരെ അപവാദിയായ പിശാച് എന്ത് ചെയ്യുക? എപ്പോഴാ? പകൽ, രാത്രിയുമില്ല പകലും ഇല്ലാതെ ദൈവമക്കൾക്കെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് മധ്യസ്ഥം നിൽക്കാൻ ആര് വേണം? യേശുവോട് വേണം. അതുകൊണ്ട് എന്ത് പറഞ്ഞു പരിശുദ്ധാത്മാവിനോട്? നീ പൊക്കോ, ലോകത്തിലേക്ക് അങ്ങോട്ട് പൊക്കോളാം, ഞാൻ ഇവിടെ അമ്മമാർക്ക് വേണ്ടി മധ്യസ്ഥം നിന്നോളാം, നീ അങ്ങോട്ട് പൊക്കോ അവരുടെ കൂടെ. ഞാൻ പറഞ്ഞത് ശരിയല്ലായിരിക്കും, എന്നാൽ ഞാൻ പറഞ്ഞു പോവുക. പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ് നമ്മളെ വഴി നടത്താൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വഴി നടത്താൻ. നമ്മളെ എന്ന് പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെ വഴി നടത്താൻ. പ്രൈസ് ദി ലോർഡ്. സ്വീകരിച്ചവരെ വഴി നടത്താൻ.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം വന്നിട്ട് ഇതിനകത്തൊരു രഹസ്യം ഇരിക്കുന്നത് ഞാൻ പറയാം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാതിരിക്കാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ മതി, മനസ്സിരുത്തി വായിക്കാം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താ പറഞ്ഞത്? അവനും പേടിയാ, അവനും പേടിയാ നിങ്ങളിലുണ്ട്. പിന്നെ എന്തിനാ മറ്റൊരു സഹായം എന്ന് പറഞ്ഞേ? എന്താ പരിപാടി? അവൻ നിങ്ങളിൽ ഇരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു, എന്നിട്ട് പറയാം മറ്റൊരു സഹായം ഞങ്ങൾക്ക് നിങ്ങളുടെ വഴി നടത്താം. എന്താണെങ്കിലും കർത്താവല്ലേ പറഞ്ഞേ. എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കുമോ? പരിശുദ്ധാത്മാവിന്റെ ഒരു രണ്ടാമത്തെ അനുഭവമുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ അയക്കും എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവെ നിനക്ക് മതിയാവുകയില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഈ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? പത്രോസിന്റെ ഉള്ളിലുള്ള, അവന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞേ. യാക്കോബിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞേ. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളവൻ എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞില്ലേ? ഒരുത്തൻ എന്ത് ചെയ്തു? ഒറ്റപ്പെടുത്തു. ഇനി എല്ലാവരും ഇട്ടിട്ട് പോയി. ഉള്ളിൽ പരിശുദ്ധാത്മാവോട് ഇതേ സംഭവിക്കുള്ളൂ. ആമേൻ പറയത്തില്ലേ? ആമേൻ പറയത്തില്ലേ? ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളവൻ എപ്പം വേണേലും ഇട്ടേച്ച് പോകാം, എപ്പം വേണേലും തള്ളിക്കളയാം, എപ്പം വേണേലും ഉപേക്ഷിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഉള്ളിൽ ഉണ്ടായാൽ പോരാത്തത് കൊണ്ടാണ് പറഞ്ഞത് മറ്റൊരു സഹായം നിനക്ക് ഞാൻ തരാം. അതിശക്തമായി കർത്താവ് പറഞ്ഞ ഇതിനെയാണ് ആൾക്കാർ ഭയങ്കര ഭയമാണ്. ഇതൊന്ന് കിട്ടാൻ എന്ത് ഭയമാണ്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നിന്റെ ഉള്ളിൽ പിതാവുണ്ട്, നിന്റെ ഉള്ളിൽ പുത്രനുണ്ടെന്ന് പറഞ്ഞേ ചിരിക്കുകയേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഈ രണ്ടാമത്തെ അനുഭവം വ്യക്തിപരമായി അനുഭവിച്ചവർ മാത്രം കാര്യം നിർത്തും. എന്നെ നേരിട്ട് എന്റെ ദൈവം തൊട്ടു, ആത്മാവ് എന്നെ തൊട്ടു എന്ന് പറയാൻ ധൈര്യമുള്ളവർ കൈ നിർത്തും. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. ഇത് ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഉടുപ്പൂരുന്നത് പോലെ നിന്റെ മാലിന്യങ്ങൾ ഊതിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. ആരുടെയും മുൻപിൽ ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകമുണ്ട്. ഒരു തീ നിന്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള അനേകം നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഇല്ലെങ്കിൽ ഒരു ദിവസം നീട്ടിട്ട് പോകും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയം വേണ്ട. ഉള്ളിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നവരെ, അതുകൊണ്ട് ഇനി പുതിയതായിട്ടൊന്ന് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ മുഖാന്തരം ചർച്ച നശിച്ചു പോകും. ഉള്ളിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് ദൈവസഭയ്ക്കുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞേ. ക്രൈസ്തവ ഉള്ളിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ഇതിട്ടിട്ട് പോകും. ഒരു സംശയം എഴുതി വെച്ചു. സകല വേണ്ടാതീന്നും നീ ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നപ്പോ, പുറമേ വന്നപ്പോ പിന്നെ വേണ്ടാതീനം ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലും കുറിച്ചൊന്നുമല്ല. ദൈവസഭയ്ക്കോ ദൈവത്തിനോ നിരക്കാത്ത ചെയ്യാൻ കർത്താവിനെ അനുവദിച്ചിട്ടില്ല. അവൻ അനുവദിക്കുകയില്ല. ഇതൊരു വലിയ അനുഭവമാണ്. ഇതെന്താ എങ്ങനെ മനസ്സിലാകും? പ്രാപിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഇത് പ്രാപിച്ചാലേ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നിനക്കത് മനസ്സിലാവുകയില്ല. ഇത് പ്രാപിക്കാനാണ് നിങ്ങളെ 100 മണിക്കൂർ നേരത്തിന് വിളിച്ചത്. ഇത് പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോകാം. ഒരു സംശയവും വേണ്ട. പരിശുദ്ധാത്മാവിനോട് തുറവിയില്ല. അപ്പോസ്തലന്മാർക്ക് നൽകിയ ആത്മാവിന്റെ ഒരു അനുഭവം, രണ്ടാമത്തെ അനുഭവം എനിക്ക് തരണമേ എന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഇതിനകത്തിരുന്നാൽ മതി. അല്ലാത്തവർക്ക് പോകാം. ബാക്കിയുള്ളവരെ കൂടി ശല്യപ്പെടുത്താതിരുന്നാൽ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം എടുത്തേ.
14-ാം അധ്യായം 14, 15, 16, 17 വാക്യം. അനന്തരം യെരൂശലേമിലുള്ള അപ്പസ്തോലന്മാർ ശമര്യയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ടു. പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ച് അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. Praise the Lord. ഹലോ മനസ്സിലായോ? ഇവരാരാണെന്നറിയാവോ? വിശ്വസിച്ചവരാണ്. രണ്ടാമത്തെ സ്നാനപ്പെട്ടവരാണ്. മനസ്സിലായോ? പരിശുദ്ധാത്മാവില്ലായിരുന്നു, അന്നില്ലായിരുന്നു. ദൈവവചനം കൈക്കൊണ്ടു എന്നാ പറഞ്ഞേ. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവരാണ്. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നു, ഉള്ളിൽ വന്നു, വെറുതെ വന്നില്ല. അത് കൈവച്ചപ്പോൾ കിട്ടി. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയത് പ്രിയപ്പെട്ട സാറിനോട് പലവട്ടം ഉജ്ജ്വലിച്ചിട്ടുണ്ട്. എന്നോട് കൗൺസിലിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതാണ്, ഞാനങ്ങും പോയത്. എനിക്ക് എന്താ കിട്ടിയിരുന്നില്ല, ഞാൻ കൗൺസിലിംഗ് പോകണ്ടേ. 2ാം കടയിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പോയത്, എന്ത് പറഞ്ഞാലും ഞാൻ പോയത്. ഞാൻ ശരിക്കാരാണ് സാറിന് പറഞ്ഞ എനിക്ക് താല്പര്യം, കാരണം അതല്ല ഞാൻ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് എന്റെ തലയിൽ ചോദിച്ചു, കർത്താവേ ഇവര് വേണ്ടതെല്ലാം കൊടുത്തേക്കണമെന്ന് ചോദിച്ചു. എനിക്ക് എന്നിട്ട് ഒരു തൃപ്തി വന്നില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു പോയി. അവിടെ ചെന്ന് ഞാൻ കൗൺസിലിംഗ് വിളിച്ചപ്പോൾ ഏകദേശം ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരു ഇച്ചിരി കാരണം വലിയ വിദ്യാഭ്യാസം ഇച്ചിരി മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഉള്ള ഒരാളെ വിളിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ച് വിടാലോ. പ്രിയമുള്ളവരെ, 72 സന്ദേശം 1, 2, 3, 4 മുഴുവൻ ആ മനുഷ്യന്റെ ചരിത്രം ഓരോന്നോരായി സിനിമയിൽ കാണുന്നവരെ അറിയാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ട് അവിടെ ഇരുന്നു പോയി. അങ്ങനെ ഒരു കൗൺസിലിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ 2-3 അങ്ങനെയൊക്കെ കിട്ടി അങ്ങനെയൊക്കെയോ. ഇത് പകരപ്പെടും, സാറിനോട് പകരപ്പെടും, അഭിഷിക്തന്മാരോട് പകരപ്പെടും, അനേകർക്ക് ഇത് പകരപ്പെടും. ഞാനിവിടെ അനുഗ്രഹിക്കുന്നു എന്നാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കാമോ, ഞാൻ അവിടെ കൈവച്ചപ്പോൾ ഞാനിവിടെ അനുഗ്രഹിക്കുന്നു എന്ന് കർത്താവിനോട് അങ്ങനെ ഒരു സന്ദേശം തന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു. അന്നേരമാണ് ഭർത്താവ് പറഞ്ഞു, നീ വാസ്തവം പോയല്ലേ എന്ന് ഭർത്താവ് അവരാണ് ഇപ്പോൾ വളരെ കൃത്യമായി കർത്താവ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് കൂട്ടിച്ചേർന്ന് പ്രാർത്ഥിക്കില്ല, ആകെ സ്തോത്രം 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 എന്ന് പറയും. ഉള്ള കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബുദ്ധി മാറ്റി വെച്ചിട്ടേ, നീ എന്ന മനുഷ്യന്റെ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടേ ഇന്ന് പറയണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് നിന്നോട് പറയും. ഇല്ലെങ്കിൽ കിട്ടിയതാ. ഇല്ലെങ്കിൽ നീ എന്ന മനുഷ്യനെ വെച്ചോണ്ട് ഞാൻ വലിയ ആളാണ് ഇന്നയാളാണെന്ന് വിചാരിച്ചുകൊണ്ട് കഥാചാള പ്രവർത്തിക്കും. എന്നോട് പറയുകയാണ്, ഇപ്പം തന്നെ തീരുമാനിച്ചു എന്നോട് സംസാരിക്കണമേ. എനിക്ക് ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു 2ാമത്തെ അനുഭവം എനിക്ക് തരണേ കർത്താവ്, എനിക്ക് തരണേ, എനിക്കൊന്നെ ഒന്ന് സ്പർശിക്കണേ. ഇങ്ങനെ ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കൊന്ന് തരണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 മണിക്കൂർ നമ്മൾ ദൈവത്തിന് പരിധി വെച്ചതാണ്. എന്നാൽ പരിധി വെക്കാതെ കിട്ടുന്നത് വരെ ഇരിക്കാൻ ഒരു ദിവസം നമ്മൾ ആളെ വിളിക്കും. കിട്ടിയിട്ടേ പോവുകയുള്ളൂ. ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടോ, കിട്ടിയിട്ടേ പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇല്ലെങ്കിൽ ഇയാളുടെ ഇതിന്റെ വഴി പോയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. അവനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ഒരു പക്ഷേ കാട്ടിൽ പോയിരിക്കേണ്ടി വരും, തോട്ടിൽ പോയിരിക്കേണ്ടി വരും. എവിടെ പോയിരുന്നാലും നിനക്ക് അനുഭവിച്ച നാളല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് കെട്ടിപ്പിടിച്ചോണ്ട് എങ്ങോട്ട് പോകാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വേണം പോകാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ പരിശുദ്ധാത്മാവാണ് നിന്നെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതെന്ന് പറഞ്ഞ വാക്യങ്ങൾ ഓർക്കുന്നുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിശാചിന്റെ വഞ്ചന ഞാൻ വീണ്ടും പറയാം. നിന്റെ ഉള്ളിൽ പിതാവുണ്ട്, നിന്റെ ഉള്ളിൽ പുത്രനുണ്ട്, നിന്റെ മുൻപിൽ ആത്മാവുണ്ട്. അത് മതി. നീ ഭയങ്കരനാണെന്ന് പറഞ്ഞത് ദുഷ്ടന്റെ ആലോചനയാണ്. അവന്റെ വാക്ക് ഒരിക്കലും പറഞ്ഞിരിക്കും. എന്റെ ഉള്ളിലുള്ള നിനക്ക് ഈ അനുഭവം കിട്ടിയില്ല, ഓക്കെ. കിട്ടാത്തവർ പറഞ്ഞേക്കരുത്. കിട്ടാത്തവർ ശരിയാ, പരിശുദ്ധാത്മാവുണ്ട്, അത് സത്യമായ കാര്യമാണ്. യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്.
കാരണം ഇവന്റെ പത്രോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ, യോഹന്നാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ, ഇവരെല്ലാം പോയെന്നേ. അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. എത്ര നിർബന്ധമായിട്ടാണ് പറഞ്ഞത്. യേശുവിന്റെ ഒടുക്കത്തെ വാക്കാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ പോയ. കർത്താൻ വാണിംഗ് ആയിരുന്നു, കർത്താവിന്റെ വാണിംഗ് ആയിരുന്നു. നിനക്ക് മറ്റുള്ള സഹായകരെ തരും എന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനമായിരുന്നു. ഇത് നമ്മൾ വാങ്ങിക്കണം. ഇത് നിങ്ങൾ വാങ്ങിക്കണം. എനിക്ക് അങ്ങനെ പറഞ്ഞെങ്കിൽ തരണമേ എന്ന് കർത്താവിനോട് പറയണം. നിർബന്ധിച്ച് ചോദിക്കണം. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഹല്ലേലൂയ. ആരും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സമ്മതിച്ചേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കിട്ടിക്കഴിഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയും, സാർ നമ്മളോട് എല്ലാവരോടും പറയും. കിട്ടിക്കഴിഞ്ഞ് കുഴപ്പമുണ്ടാക്കി പരിശുദ്ധാത്മാവിനെ ദുരുപയോഗിച്ച കൊറിന്തോസിന്റെ സഭയുടെ കാര്യം സ്വയംഭാഷ പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ഇതേപോലെ കൃപകളെല്ലാം വാങ്ങിച്ചവരാണ് അപ്പന്റെ ഭാര്യ കൊണ്ടിരുന്നത്. എന്താ? സ്വയം തിരുത്താനുള്ളതിന് അവർ വിട്ടുകൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കിട്ടിയാൽ നിനക്ക് പാപം ചെയ്യാൻ പറ്റുമോ? പറ്റും. ദൈവത്തിന്റെ അഭിഷേകം നേരിട്ട് കിട്ടിയ ദാവീദ് പാപം ചെയ്തോ? ചെയ്തു. ഈ അഭിഷേകം കിട്ടിയാലും നിനക്ക് സൗകര്യമുണ്ട് ചെയ്യാതെ. കാരണം നീ എന്ന മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ നിനക്ക് അവകാശമുണ്ട്. അനുസരിച്ചാൽ ബാക്കി നിന്റെ കാര്യം അവൻ ചെയ്യും. അവനോട് വിധേയപ്പെട്ടു നിന്നാൽ നിനക്ക് ലഭിച്ച കൃപകളിൽ നീ വിശ്വസ്തത പുലർത്തിയാൽ ദൈവസഭയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നിന്നെ അങ്ങ് വരെ നോക്കും. ദൈവം അങ്ങ് വരെ നിന്നെ നോക്കും. വന്ധ്യ വയോധികനായ ആർക്കാ? കർത്താവിനെ എതിരേൽക്കുന്ന ശിമിയോനാണ്. 95 വയസ്സായി കാണും, അത് കൂടുതലായി കാണും. ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് പോയെന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ 95 വയസ്സായിട്ടും തനിക്ക് കിട്ടിയ ആത്മാവിനെ കളഞ്ഞില്ല. അത് സൂക്ഷിച്ചു. മൺകുടത്തിൽ നിധി പോലെ അവൻ സൂക്ഷിച്ചു. ഈ പരിശുദ്ധാത്മാവിനെ നിധി പോലെ സൂക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഉറപ്പുണ്ടെങ്കിലേ ചോദിക്കാവുള്ളൂ. ഇതിനെ നീ നിധി പോലെ സൂക്ഷിച്ചോണം. ഇത് ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ്. ഞാൻ മോശയുടെ കാര്യം പറഞ്ഞല്ലോ. അവൻ ദൈവത്തോട് അത്ര സ്നേഹിതനായിട്ട് കൂടി ഒരനുസരണക്കേടിന്റെ പേരിൽ അവന് കാനാൻ ദേശം കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. ആ കാലുകുത്താൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. നിനക്ക് ദൈവം വേണ്ടതെല്ലാം തരും. പക്ഷെ 100-ൽ 150% അവനോട് വിശ്വസ്തനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിലേ ഇത് ചോദിച്ചേക്കാവുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനാവശ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ ലോകത്തിലുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റുകയില്ല. അവന്റെ ആഗ്രഹം പോലെ ആഗ്രഹിക്കാൻ പറ്റുകയില്ല. നിനക്ക് 7 നേരം മൊബൈൽ തോണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലോ കിട്ടും നിനക്ക്. പരിശുദ്ധാത്മാവിനെ കൃപകളെ അല്പമുള്ള മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആശുപത്രിയിൽ പോയി കിടക്കും. ഒരു സംശയവും വേണ്ട, നിന്നെ മാനസാന്തരപ്പെടുത്താൻ കൊണ്ട് കിടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാം കർത്താവിനോട്. അവൻ ഈ നിധി നമുക്ക് തരും. ഈ ആത്മാവിനെ കൂടാതെ ഈ ആത്മീയ ജീവിതം കഷ്ടമാണ്. വളരെ കഷ്ടമാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. നിങ്ങൾ എന്നും ഈ പാപത്തോട് മല്ലടിക്കേണ്ടി വരും. എന്നും കോപത്തോട് മല്ലടിക്കേണ്ടി വരും. എന്നും നിങ്ങളുടെ ദുരാശകളോട് മല്ലടിക്കേണ്ടി വരും. ഇന്ന് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ അവനെ നിയന്ത്രിക്കാൻ കൃപ തരും. ഗർഭിച്ചിരിക്കുന്നവർ ഇവിടെ തൊട്ടത് കർത്താവ് പറഞ്ഞിട്ടാണ് കൊണ്ടുവിട്ടത്. വചനത്തിലൂടെയാണ് പറഞ്ഞത് കേട്ടോ. സാധാരണഗതിയിൽ വചനം കർത്താവ് എനിക്ക് തരാറുണ്ട്. ചോദിച്ചാൽ, ഞാൻ പ്രാർത്ഥനയോടെ ചോദിച്ചാൽ കർത്താവ് എനിക്ക് തരാറുണ്ട്. ഒരു ദിവസം സാറിനോട് ചോദിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പാപ്പനൊന്ന് പ്രാർത്ഥിച്ചിട്ട് സന്ദേശം പറയും. ഞാൻ പറയും, സാറേ ഞാൻ സാറിനോട് എന്ത് സന്ദേശം പറയും? സാറ് ബൈബിളും തുറന്ന് കിട്ടുന്ന വചനം വായിച്ചെന്ന് കേൾപ്പിച്ചാൽ മതിയെന്നു. സാറ് ബൈബിൾ തുറന്നു. കിട്ടിയ വചനം, ദുഷ്ടൻ വായ്പവാകുന്നു മടക്കി കൊടുക്കുന്നതിന് സന്ദേശം കിട്ടി. അത് കറക്റ്റ് ഉത്തരമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ആരോട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കാണുന്നു, സാറിനോട് നമുക്ക് പറയാനുള്ള യോഗ്യതയില്ല. ഏതെങ്കിലും പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞു പോകുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, കാര്യത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കാനും പ്രാപിക്കാനും അതിനുവേണ്ടി ദാഹിക്കാനും പാടാനും സ്തുതിക്കാനും ഇരുന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് നിങ്ങളോട് ഇടപെടും. ശലോമോൻ ഒരു രാത്രിയിൽ 1000
അറിയാവുന്നവരുണ്ടോ? ഹോമയാഗങ്ങൾ കഴിച്ചപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട്, അറിയത്തില്ലേ? നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ ഹോമയാഗം ഒന്നുമില്ലല്ലോ. ഇപ്പൊ എന്താ ഉള്ളേ? സ്തോത്രയാഗം. ഈ സ്തോത്രയാഗം നമ്മൾ കഴിക്കാൻ പോവുക. സ്തോത്രയാഗം 1000 എണ്ണം തികയുമ്പോ കർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ വേണ്ടെന്ന് ചോദിക്കും. നിശ്ചയമായി ഈ രാത്രി കർത്താവിനോട് ചോദിക്കും. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നിർത്തണ്ട. ഓരോ പാസ്റ്റർമാർ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥന അങ്ങോട്ട് കൊണ്ടുപോകും. എത്ര സമയം വരെ? ദൈവത്തിന് ആത്മാവ് അനുവദിക്കുന്നത് വരെ, കിട്ടുന്നത് വരെ. നിങ്ങൾ ഇടത്തോടും വലത്തോടും നോക്കരുത്. ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് തരണമെന്ന് പറയുക, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് പറയുക, ഈ ഒരു രണ്ടാമത്തെ അനുഭവം എനിക്ക് തരണമെന്ന് പറയുക. ഈ കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തി അയക്കുന്നതോടൊപ്പം അങ്ങനെ ആത്മശക്തി പ്രാപിച്ചു ഇവിടുന്ന് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണമെന്ന് കർത്താവിനോട് പറയണം. ഈ ശക്തി എനിക്ക് തരണം, അങ്ങനെ ഈ കൃപ എനിക്ക് തരണം, എൻ്റെ മേൽ ഒരു പുത്തൻ അഭിഷേകം തരണം, അങ്ങനെ ശക്തി എൻ്റെ മേൽ അങ്ങ് പകരണം. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ വിടുകയില്ലെന്ന്, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് പറഞ്ഞ മനോഭാവത്തോടെ നിനക്ക് ആ കാലിൽ പിടിക്കാൻ പറ്റുമോ എന്ന് നീ അനുഗ്രഹം കൊണ്ടുപോകുന്നു. ആ മനോഭാവം. ഹല്ലേലൂയ. അന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചു. നമ്മൾ സ്തോത്രം നിർത്തുന്നില്ല. മനസ്സിലായില്ലേ? 1.5 മിനിറ്റ് അല്ല, 2 മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 1 മണിക്കൂറല്ല, 1.5 മണിക്കൂറല്ല. നിങ്ങൾ ബോധം കേട്ട് വീഴുന്നു എന്നിട്ട് ചോർന്നാൻ പോകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്.